ഗുഡ് മോർണിംഗ് ഓൾ. ടാലന്റിന്റെ ലൈവ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശരത്ത്. ഞാൻ എടുക്കുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ എല്ലാവരും പ്രസന്റ് ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് രണ്ടുപേര് റെസ്പോണ്ട് ചെയ്തേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മെസ്സേജ് വരുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും നമുക്ക് 2 ടെക്സ്റ്റുകളിലായിട്ട് 15 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫിസിക്സിന് കഴിഞ്ഞ വർഷത്തേക്കാളും കുറെ കൂടെ എളുപ്പമാണ്. +1 ഫിസിക്സിനേക്കാളും കുറെ കൂടെ എളുപ്പമാണ് നമ്മുടെ +2 ഫിസിക്സ് എന്ന് പറയുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്ന കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. വളരെ എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് നമുക്കുള്ളത്. അതിനി എന്തുമാത്രം പോർഷൻ ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഈ സാഹചര്യമൊക്കെ പരിഗണിച്ച് കുറച്ച് പോർഷനൊക്കെ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്, നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ തുടങ്ങാം. പിന്നീട് അറിയാൻ പറ്റത്തുള്ളൂ ഏതൊക്കെയാണ് ഒഴിവാക്കുന്നുള്ളത്. ലാസ്റ്റ് പോർഷനൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ഒഴിവാക്കുക. പിന്നെ ഈ വർഷം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് എക്സാമിനോടൊപ്പം ലാബ് എക്സാം കൂടിയുണ്ട്. ലാബ് എക്സാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പോർഷനുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള 22 എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് സിലബസിലുള്ളത്. ആ 22 എക്സ്പെരിമെന്റിൽ 11 എക്സ്പെരിമെന്റോളം ഫസ്റ്റ് ഇയറിൽ നിന്നും അടുത്ത 11 എക്സ്പെരിമെന്റോളം സെക്കൻഡ് ഇയറിൽ നിന്നും ഉള്ള എക്സ്പെരിമെന്റ്സ് ആണ്. അതിൽ 2 എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് എക്സാമിന് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയറിൽ നിന്ന് ഒരെണ്ണവും സെക്കൻഡ് ഇയറിൽ നിന്ന് ഒരെണ്ണവും. അപ്പോൾ റെക്കോർഡിൽ നമ്മൾ 22 എക്സ്പെരിമെന്റ്സ് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. ആ 22ൽ നിന്ന് 2 എണ്ണം ഫസ്റ്റ് ഇയറിൽ നിന്നൊന്നും സെക്കൻഡ് ഇയറിൽ നിന്നും, അങ്ങനെ 2 എക്സ്പെരിമെന്റ് ചേർന്നതാണ് നമ്മുടെ ലാബ് എക്സാം. ആ ലാബ് എക്സാമിന് മാർക്കുണ്ട്, അതുപോലെ നമ്മുടെ തിയറി പരീക്ഷയും ഉണ്ട്. ശരിയാണോ? നമ്മുടെ +1 പരീക്ഷയൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞതാണ്. അതിന്റെ റിസൾട്ടൊക്കെ അടുത്ത മാസങ്ങളിലായിട്ട് വരും. ഓക്കെ, അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഉണ്ട്, സാധ്യതയുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മൾ +2 എന്ന് പറയുന്നത് +1ൽ നിന്ന് വ്യത്യസ്തമാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ ലാബൊന്നും ഇല്ലായിരുന്നു, റെക്കോർഡൊന്നും സബ്മിറ്റ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഫെബ്രുവരി മാസത്തോടുകൂടിയൊക്കെ, അടുത്ത വർഷം ഫെബ്രുവരി മാസത്തോടുകൂടിയൊക്കെ ലാബ് എക്സാം വരും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് തീർക്കണം, റെക്കോർഡ് എഴുതി സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും. പോർഷന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വർഷവും ചെയ്യുന്നത് ഡിസംബറോടുകൂടി പോർഷനുകളെല്ലാം കവർ ചെയ്ത് റിവിഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് ലാബും ചെയ്ത് റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് എക്സാമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോർഷൻസ് ഡിസംബറോടുകൂടി നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വർഷവും തീർക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യവും നമ്മൾ ഏകദേശം ആ ഒരു ടൈം ലിമിറ്റ് ആണ് വെക്കുന്നത്. അതിനകത്ത് വെച്ച് പോർഷൻസ് ഒക്കെ തീർത്തതിന് ശേഷം ജനുവരിയോടുകൂടിയൊക്കെ പോർഷൻസ് തീർത്താലേ നമുക്ക് പിന്നീട് റിവിഷൻ ക്ലാസ്സും പിന്നെ ടെസ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നടത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഫിസിക്സില് ചാപ്റ്ററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ 15 ചാപ്റ്ററുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് 2 ടെക്സ്റ്റ് ആയിട്ടാണ്, പഴയതുപോലെ തന്നെയാണ് 2 ടെക്സ്റ്റ് ആയിട്ടാണ്. അതിൽ ആദ്യത്തെ ടെക്സ്റ്റില് പ്രധാനമായിട്ടും നമ്മൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസത്തെയും കുറിച്ചാണ് പഠിക്കുന്നത്. അതിലെ ചാപ്റ്ററുകളെല്ലാം ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ്. കുറെ ചാപ്റ്ററുകൾ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതും മറ്റു ചില ചാപ്റ്ററുകൾ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പൊ ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവുമാണ് നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റിൽ മുഴുവനായും പഠിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടെക്സ്റ്റിൽ നമ്മൾ ഓപ്റ്റിക്സ് പഠിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ് പഠിക്കുന്നുണ്ട്, കുറച്ച് അറ്റോമിക് ഫിസിക്സ് പഠിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സെക്കൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മോഡേൺ ഫിസിക്സ് ആണ്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്. അങ്ങനെ ആ 2 ടെക്സ്റ്റിലും കൂടെ 15 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഈ ചാർജുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇലക്ട്രിസിറ്റിയെ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡിയെ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ആദ്യത്തെ ബ്രാഞ്ച്. മറ്റൊന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്.
electrodynamics. Okay, so electricity means study of charge ആണ്. ആ ചാർജുകളെ കുറിച്ച് രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം, രണ്ട് രീതിയിൽ നമുക്ക് ചാർജുകളെ കുറിച്ച് പഠിക്കാം. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാം, മറ്റൊന്ന് ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയാം. എന്താണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ മീൻസ് റിലേറ്റഡ് ടു ചാർജ്, സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ്, സ്റ്റാറ്റിക് മീൻസ് അറ്റ് റെസ്റ്റ് എന്നാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ചാർജസ് അറ്റ് റെസ്റ്റ് ആയിരിക്കും. ചാർജ് റെസ്റ്റിലിരിക്കുമ്പോൾ ആ ചാർജ് മറ്റു ചാർജുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുക. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൈനാമിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? മൂവ്മെന്റ് എന്നാണ്. സോ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. മൂവ് ചെയ്യുന്ന ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ചാർജുകൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചാർജുകൾ മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ആ കറണ്ടിന് ചുറ്റാകെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറണ്ടിനെ കുറിച്ചും ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റിലെ കുറച്ച് ചാപ്റ്ററുകൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. അതായത് സ്റ്റാറ്റിക് ചാർജ്, നിശ്ചലാവസ്ഥയിലുള്ള റെസ്റ്റിലിരിക്കുന്ന ചാർജുകളെ കുറിച്ചാണ്. അത് കഴിഞ്ഞു വരുന്ന ചാപ്റ്ററുകൾ മൂവ് ചെയ്യുന്ന ചാർജ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ശരിയാണ്. അപ്പോ ഇലക്ട്രിസിറ്റി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇലക്ട്രോസ്റ്റാറ്റിക് അതുപോലെ ഇലക്ട്രോഡൈനാമിക്സ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ മറ്റൊരു പേര് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നും, അതുപോലെ ഇലക്ട്രോഡൈനാമിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുമാണ്. ഓക്കെ, electrostatics is called static electricity and electrodynamics is otherwise called current electricity. നമ്മുടെ ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ, ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതാണ്. അടുത്ത ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതാണ്. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ്. അതായത് അത് ഇലക്ട്രോഡൈനാമിക്സിൽ വരുന്നതാണ്. അടുത്ത ചാപ്റ്ററുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. രണ്ട് ബ്രാഞ്ചുകളെ കുറിച്ച് പറഞ്ഞു, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് പതിയെ ചാർജുകളിലേക്ക് പോകും. ചാർജ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ എന്താണ് ചാർജ് എന്ന് പറഞ്ഞാൽ? ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണ്? നമുക്കറിയാം, എല്ലാ വസ്തുക്കൾക്കും മാസ് ഉണ്ട്, അല്ലെ? അപ്പൊ മാസ് പോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്, മാറ്ററിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഓക്കെ, ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണ്? ഡ്യൂ ടു ദിസ് പ്രോപ്പർട്ടി, ചാർജ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി കാരണം ഒരു വസ്തുവിന് ഇലക്ട്രിക്കോ മാഗ്നറ്റിക്കോ ആയിട്ടുള്ള എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാറ്ററിന്റെ, മെറ്റീരിയൽസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ചാർജ്. ഇപ്പൊ മാസിന് ഇലക്ട്രിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല ഒരു വസ്തുവിന്റെ മാസിന്. പക്ഷെ ഒരു വസ്തുവിന്റെ ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. അങ്ങനെ ഒരു വസ്തുവിന് ഇലക്ട്രിക്കലും മാഗ്നറ്റിക്കലുമായിട്ടുള്ള എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ വസ്തുവിന്റെ, ആ മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് എന്ത്? ചാർജ് എന്ന് പറയും. ഓക്കെ, രണ്ട് തരത്തിലുള്ള ചാർജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ചാർജുകൾ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ശരിയാണ്. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ചാർജ്. രണ്ട് തരത്തിലുള്ള ചാർജുകളാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജും മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം വെച്ചിട്ടാണ്, ശരിയല്ലേ? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എങ്ങനെയാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത്? ഒരു ആറ്റത്തിന്റെ അകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ്, ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ളത് ആർക്കാണ്? പ്രോട്ടോണുകൾക്കാണ്. ശരിയാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾ എത്ര എണ്ണം ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളും അതിലുണ്ട്. അപ്പൊ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും ഒരു ആറ്റത്തിൽ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ശരിയല്ലേ? ഒരു ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും.
കാര്യം പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും എന്താണ്, ഈക്വൽ ആണ്. പിന്നെ എങ്ങനെയാണ് ഒരു വസ്തുവിന് ചാർജ് കിട്ടുന്നത്? ശരിയല്ലേ? നോക്കൂ, ഇപ്പൊ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യും. ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾ ചേർന്ന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട്. അതിൽ ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല, അത് ന്യൂട്രൽ ആണ്, ചാർജ്ലെസ് ആണ്. പിന്നെ ഉള്ളത് പ്രോട്ടോണുകളാണ്. പ്രോട്ടോണുകൾക്ക് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. പിന്നെയുള്ളത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റാകെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് ചുറ്റാകെ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ മൊത്തം ചാർജ് എടുത്തു കഴിഞ്ഞാൽ, ആറ്റത്തിന്റെ മൊത്തം ചാർജ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആണ്. അഥവാ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് എങ്ങനെയാണ് ചാർജ്ഡ് ആവുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണുകളല്ല, പകരം ന്യൂക്ലിയസിന് ചുറ്റാകെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ, പ്രത്യേകിച്ച് ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണുകൾ. ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണുകളെ നമ്മൾ ഒരു പേര് വിളിക്കുമല്ലോ. അതിനെന്തെന്നാ വിളിക്കുക? ആറ്റത്തിന് ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണുകളെ നമ്മൾ എന്തെന്നാ വിളിക്കുക? വാലൻസ് ഇലക്ട്രോണുകൾ, അല്ലെ? ഏറ്റവും പുറമേ ഇരിക്കുന്ന ഷെല്ലിലെ ഇലക്ട്രോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോണുകൾ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ വാലൻസ് ഇലക്ട്രോണുകൾക്ക് ഈ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഈ ഇലക്ട്രോണിന് കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് ചാടില്ലേ? ഒരു ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ എന്താ സംഭവിക്കുക? നോക്കൂ, ഇതിന് 10 പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ 10 നെഗറ്റീവ് ചാർജും ഈ ആറ്റത്തിൽ കാണുമല്ലോ. അങ്ങനെയാണ് ഈ ആറ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്താവുന്നത്? 0 ആവുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് പോയി, അതായത് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? 10 പോസിറ്റീവ് ചാർജും 9 നെഗറ്റീവ് ചാർജും. 10 പോസിറ്റീവ് ചാർജും 9 നെഗറ്റീവ്. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി, ഒരു നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് പോയി. അതിന്റെ അർത്ഥം ഇവിടെ ഇനിയിപ്പോ 9 ഇലക്ട്രോണുകളെ ഉള്ളൂ, അതേസമയം 10 പ്രോട്ടോണുകൾ ഉണ്ട്. അപ്പൊ 9 പ്രോട്ടോണും 9 ഇലക്ട്രോണും പരസ്പരം ക്യാൻസൽ ആയി പോകും. ഒരു പ്രോട്ടോണിന്റെ ചാർജ് അധികം വരും, അതിനെ ക്യാൻസൽ ചെയ്യാൻ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ആ ചാർജ് ഇതിന് കിട്ടത്തില്ലയോ? അപ്പൊ ആറ്റം എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. നമ്മൾ ആറ്റം പോസിറ്റീവ് ആയാൽ, അല്ലെങ്കിൽ ആറ്റത്തിന് ചാർജ് കിട്ടിയാൽ നമ്മൾ അയോൺ എന്നാ പറയാം, അത് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ആറ്റം പോസിറ്റീവ് ആവുന്നത്? ഒരു ആറ്റത്തിന് ചാർജ് കിട്ടുന്നത്, പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് അതിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യുമ്പോഴാണ്? പോകുമ്പോഴാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് അതിനെന്ത് ചാർജ് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. സപ്പോസ് ഈ ഇലക്ട്രോണിനെ തൊട്ടടുത്തിരിക്കുന്ന ആറ്റം അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാര്യം അതിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്ര തന്നെ എന്തുകൊണ്ട്? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അത് ന്യൂട്രൽ ആയിട്ടിരിക്കുകയാണ്, ടോട്ടൽ ചാർജ് 0 ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ആറ്റം ഈ ഇവിടുന്ന് പോയ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോണിന്റെ ചാർജ് അതിൽ അധികമായിട്ട് വരുന്നതാണ്, എക്സസ് ആണ്. അപ്പോൾ ആ ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഒരു ആറ്റം എങ്ങനെയാണ് നെഗറ്റീവ്ലി ചാർജ് ആവുന്നത് എന്ന് ചോദിച്ചാൽ, ഇലക്ട്രോണിനെ എന്ത് ചെയ്യുമ്പോഴാണ്? അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എങ്ങനെയാണ് വസ്തുക്കൾക്ക് ചാർജ് കിട്ടുന്നത്? എങ്ങനെയാണ് വസ്തുക്കൾക്ക് ചാർജ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഇലക്ട്രോൺ പോണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ വരണം. ശരിയാണോ? പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഒരു മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു. ഇനി ഒരു മെറ്റീരിയലിന് ഇലക്ട്രോണുകൾ കിട്ടുമ്പോൾ, അത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രോണുകൾ അതിലേക്ക് വരുന്ന സമയത്ത് അതിനെന്ത് ചാർജ് കിട്ടുന്നു? നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, അപ്പോ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിന്റെ ഫലമായിട്ടാണ് ബോഡികൾ അല്ലെങ്കിൽ മെറ്റീരിയലുകൾ എന്ത് ചെയ്യപ്പെടുന്നത്? ചാർജ് ചെയ്യപ്പെടുന്നത്. രണ്ട് രീതിയിൽ ചാർജ് ചെയ്യപ്പെടാം. പോസിറ്റീവായിട്ടും ചാർജ് ചെയ്യപ്പെടാം, അതുപോലെ നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യപ്പെടാം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ. ശരിയാണോ? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുമ്പോഴാണ്? അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ഇലക്ട്രോണുകൾ വരുമ്പോഴാണ് ആ മെറ്റീരിയൽ എന്താവുന്നത്? നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നത്. ശരിയാണോ? ഇലക്ട്രോണുകൾ പോവുകയും വരികയോ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് ന്യൂട്രലായി തന്നെ എന്ത് ചെയ്യും? തുടരും. അതിൽ ചാർജ് ഒന്നും കാണില്ല. ചാർജ് ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കാണും, പക്ഷെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. എത്ര പോസിറ്റീവ് ഉണ്ടോ അത്ര തന്നെ എന്തും കാണും, നെഗറ്റീവും കാണും. അപ്പോ അത് മൊത്തത്തിൽ അതിന്റെ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോ ചാർജ് 0 അല്ലാത്ത കേസിൽ ഒന്നെങ്കിൽ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി കാണും, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എക്സസ് കാണും. ഇലക്ട്രോൺ ഒന്നെങ്കിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഇലക്ട്രോൺ പോകുമ്പോൾ ചാർജിന് മാത്രമല്ല വ്യത്യാസം വരുന്നത്. ശരിയാണോ? അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺ പോകുന്ന സമയത്ത്
ഇലക്ട്രോൺ ഈ ആറ്റം എന്തായി മാറി? പോസിറ്റീവ് ആയിട്ട് മാറി. ഇലക്ട്രോൺ അപ്പുറത്ത് വരുന്ന സമയത്ത് ആ ആറ്റം എന്തായിട്ട് മാറി? നെഗറ്റീവ് ആയിട്ട് മാറി. ഈ ചാർജിന് മാത്രമാണോ വ്യത്യാസം ഉണ്ടാവുന്നത്? ചാർജിന് മാത്രമല്ല വ്യത്യാസം ഉണ്ടാവുന്നത്, മാസിന് കൂടി എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോകുന്ന സമയത്ത് നമുക്കറിയാം ഇലക്ട്രോണിന് ചാർജ് മാത്രമല്ല എന്ത് കൂടിയുണ്ട്? മാസ് കൂടിയുണ്ട്. ഇലക്ട്രോൺ പോകുമ്പോൾ മാസ്, ആ ഇലക്ട്രോണിന്റെ മാസ്, ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. അപ്പൊ അത്രയും മാസ് കൂടി എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെടുകയാണ്. അപ്പോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് അഥവാ പോസിറ്റീവ് ചാർജ് ആവുന്ന വസ്തുവിന് മാസ് എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ് ചെയ്യുക. അതേസമയം ഇലക്ട്രോൺ കിട്ടുന്ന വസ്തുവിനോ, ഒരു ഇലക്ട്രോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് ചാർജ് വരുന്നു, അതിനോടൊപ്പം ആ ഇലക്ട്രോണിന്റെ മാസ് കൂടി അതിന് കിട്ടുകയാണ്. അപ്പോ നെഗറ്റീവ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ബോഡിയുടെ പ്രത്യേകത അതിന്റെ മാസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് കുറയുന്നു, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മാസിനുണ്ടാവുന്ന വ്യത്യാസം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോ ചാർജുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ചാർജുകളെ കുറിച്ച് പറഞ്ഞാൽ ചാർജുകളുടെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണ്? ചാർജ് ട്രാൻസ്ഫറബിൾ ആണ്. ശരിയാണോ? ചാർജ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. മാസ് ഈസ് ചാർജ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. അതായത് എല്ലാ ചാർജുകൾക്കും എന്ത് കാണും? മാസ് ആണ്. മാസ് ഇല്ലാത്ത ചാർജ് ഇല്ല. എല്ലാ ചാർജുകൾക്കും മാസ് ഉണ്ട്. പക്ഷേ ചാർജ് ഇല്ലാത്ത മാസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു മാസ് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാം, അതിന് ചാർജ് വേണമെന്നില്ല. ഉദാഹരണത്തിന് ന്യൂട്രോണിന് മാസ് ഉണ്ട്, പക്ഷെ അതിന് എന്തില്ല? ചാർജ് ഇല്ല. പക്ഷെ ചാർജ് ഉള്ള എല്ലാ ബോഡികൾക്കും എന്ത് കാണും? മാസ് കാണും. ഓക്കെ, അപ്പോ ചാർജുകൾ ട്രാൻസ്ഫറബിൾ ആണ്. ചാർജുകൾ എപ്പോഴും എന്ത് പൊസസ് ചെയ്യും? കുറച്ച് മാസ് പൊസസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ചാർജുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ചാർജുകളുടെ വേറൊരു പ്രത്യേകത, ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയും അതെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ഇതൊരു ചാർജ് ആണെന്ന് വരിക, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയാണ്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെ? നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്? ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡിയാണ് ഇതെന്ന് കരുതുക. ശരിയാണോ? ഇത് കോൺസ്റ്റന്റ് സ്പീഡിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ അല്ലെങ്കിൽ v നമുക്ക് 0 എന്ന് പറയാം. ആദ്യം നമുക്ക് v 0 കൊടുക്കാം. v 0 ആണെന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റിലാണ്. സോ ഈ ചാർജ് റെസ്റ്റിലാണ് എങ്കിൽ, അതായത് മൂവ് ചെയ്യുന്നില്ല, അതിന്റെ വെലോസിറ്റി 0 ആണെങ്കിൽ അത് എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ? ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ്. ഇഫ് എ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ് then it can produce only electric field. അതിന് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അതേസമയം ഒരു ചാർജ്, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഏത് വേണോ ആവാം, ഇഫ് ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, v = കോൺസ്റ്റന്റ്, അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ഒരു ചാർജ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ അതിന് എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ? ഇലക്ട്രിക് ഫീൽഡ്. അതിന് ചുറ്റാകെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ. അതേസമയം ആ ചാർജ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. എന്താണെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത കേസ് എന്താണ്? ഒരു ചാർജ് മൂവ് ചെയ്യുന്നു, v ≠ കോൺസ്റ്റന്റ്. സ്പീഡ് കോൺസ്റ്റന്റ് അല്ല എന്ന് പറഞ്ഞാൽ ഈ ചാർജിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ട്, അതിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല എങ്കിൽ, ചാർജ് മൂവ് ചെയ്യുന്ന സ്പീഡ് കോൺസ്റ്റന്റ് അല്ല എങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് E, B ആൻഡ് എനർജി. ഇറ്റ് ക്യാൻ റേഡിയേറ്റ് എനർജി. E and B എന്ന് എഴുതാം. E and B റേഡിയേറ്റ്സ് എനർജി. അത് എനർജി എന്ത് ചെയ്യുന്നു? റേഡിയേറ്റ് ചെയ്യും. എനർജി റേഡിയേറ്റ് ചെയ്യാൻ അതിന് പറ്റും. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചാർജ് എന്തിലാണെങ്കിൽ, റെസ്റ്റിലാണെങ്കിൽ, അതായത് അതിന്റെ സ്പീഡ് 0 ആണെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ്.
If a charge is moving with a constant speed, it can produce electric field and magnetic field. If the charge is moving with an acceleration, that means if the speed is not constant, and the speed constant alla, an acceleration aanundengil, it can produce electric field, magnetic field, and it can also radiate energy. Adina energy കൂടി എന്ത് ചെയ്യാൻ കഴിയും, റേഡിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റില് ആക്ച്വലി നമ്മൾ ഇത് മൂന്നും എന്ത് ചെയ്യും, പഠിക്കും. ശരിയാണോ? ആദ്യത്തെ 2 ചാപ്റ്ററിൽ നമ്മൾ ഇവിടെ ഇതാണ് പഠിക്കുക. ആദ്യത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലും നമ്മൾ ഇതാണ് പഠിക്കുക. V is equal to 0. ദാറ്റ് മീൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാർജുകളെല്ലാം റെസ്റ്റിലായിരിക്കും. ആ റെസ്റ്റിലിരിക്കുന്ന ചാർജ് അതിന് ചുറ്റാകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, അത് മറ്റ് ചാർജുകളിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലും എന്ത് ചെയ്യുക, പഠിക്കുക. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ചാർജിനെ കുറിച്ചാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചുമാണ്. നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ്. ശരിയാണോ? ഏഴാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിനെക്കുറിച്ച്, അത് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ കോൺസ്റ്റന്റ് അല്ലാത്ത സ്പീഡിൽ, അതായത് ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയെ കുറിച്ച് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടെക്സ്റ്റിലെ ആക്ച്വലി കൺസെപ്റ്റ് ഇതാണ്. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റിലെ 6-7 ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ചാർജുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചാർജുകൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറയണം. ശരിയല്ലേ? ചാർജുകൾ 2 രീതിയിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യാറുണ്ട്, എക്സേർട്ട് ചെയ്യാറുണ്ട്. ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സ്, മറ്റൊന്ന് റിപ്പൾസീവ് ഫോഴ്സ്. ശരിയാണോ? ഏത് ചാർജുകൾ തമ്മിലാണ് അട്രാക്റ്റീവ് ഫോഴ്സ്, ഏത് ചാർജുകൾ തമ്മിലാണ് റിപ്പൾസീവ് ഫോഴ്സ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ലൈറ്റ് ചാർജുകൾ എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ്. 2 പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ്, ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും, റിപ്പൾസീവ് ആയിരിക്കും. അൺലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോ ചാർജുകൾ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 2 തരത്തിലുള്ള ഫോഴ്സുകളാണ് അവിടെ ഉള്ളത്, അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും. ശരിയാണോ? ലൈറ്റ് ചാർജുകൾക്കിടയിൽ ഏത് ഫോഴ്സ് ആണ്, റിപ്പൾസീവ് ഫോഴ്സ്. ലൈറ്റ് ചാർജുകൾക്കിടയിൽ റിപ്പൾസീവ്, അത് 2 കേസ് വരാം, പ്ലസ് 2 പോസിറ്റീവ് ചാർജുകൾക്കിടയിലായാലും 2 നെഗറ്റീവ് ചാർജുകൾക്കിടയിലായാലും ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ആണ്. ഇനി 2 അൺലൈറ്റ് ചാർജുകൾ എടുക്കുക. 2 അൺലൈറ്റ് ചാർജുകൾ എടുത്താൽ അവർക്കിടയിലുള്ള ഫോഴ്സ് ഏതാണ്, അട്രാക്റ്റീവ് ആണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ചാർജുകൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് റിപ്പൾസീവ് ആവാം, അട്രാക്റ്റീവ് ആവാം. അൺലൈക്ക് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് എപ്പോഴും എന്താണ്, അട്രാക്റ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഒരു മാസ് തൊട്ടടുത്തുള്ള മാസിനെ അതിനടുത്തേക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. വിത്ത് എ ഫോഴ്സ് F is equal to G m1 m2 divided by r². ശരിയല്ലേ? അപ്പൊ മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. അതേസമയം ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവോ റിപ്പൾസീവോ ആവാം. ആ ചാർജ് എന്താണെന്നനുസരിച്ച്, പ്ലസ് ആണോ മൈനസ് ആണോ, ലൈക്ക് ആണോ അൺലൈക്ക് ആണോ എന്നതിനനുസരിച്ച് ഫോഴ്സിന്റെ സ്വഭാവം എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. ശരിയാണ്? ഓക്കെ, അപ്പൊ ഇതാണ് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചാർജുകളുടെ ബേസിക് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജുകളുടെ ബേസിക് പ്രോപ്പർട്ടി, ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലല്ല, നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്നതാണ്. ഇതിന്നൊക്കെ ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിക്റ്റിവിറ്റിയാണ്. അഡിഷൻ ഓഫ് ചാർജസ്. എന്താണ് അഡിഷൻ ഓഫ് ചാർജ് അഥവാ അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റം എടുത്തിട്ട് നമ്മൾ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ,
ആ സിസ്റ്റത്തിനകത്തുള്ള ഓരോ ചാർജും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ചാർജും എടുത്തിട്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, സം ചെയ്യുന്നു, ആൽജിബ്രായിക് സം. ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അഡിറ്റിവിറ്റി എന്ന് പറയും. ഉദാഹരണത്തിന് Q1, Q2, Q3 എക്സെട്ര Qn, ഇങ്ങനെ n ചാർജ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. കൺസിഡർ എ സിസ്റ്റം ഓഫ് n ചാർജസ് Q1, Q2, Q3 എക്സെട്ര Qn. ദെൻ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് ഓരോ ചാർജുകളുടെയും എന്തായിരിക്കും, സം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര പ്ലസ് Qn എന്ന് കൊടുക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, വെറും സം അല്ല, ആൽജിബ്രായിക് സം. ആൽജിബ്രായിക് സം. ഓക്കെ, ആൽജിബ്രായിക് സം ആയിരിക്കും ടോട്ടൽ ചാർജ്. എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കൺസിഡർ ദി സൈൻ. ഫോർ എക്സാമ്പിൾ, ഒരു സിസ്റ്റത്തിനകത്ത് 6 കൂളോം ചാർജ് ഉണ്ട്, അതുപോലെ -2 കൂളോം ചാർജ് ഉണ്ട്. 2 ചാർജ് മാത്രമുള്ള ഒരു സിസ്റ്റം എടുക്കുക. 6 കൂളോം ചാർജ്, -2 കൂളോം ചാർജ്. ഓക്കെ, ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ചാർജുകളുടെ എന്താ, സം. 6 കൂളോം പ്ലസ് -2 കൂളോം. 6 കൂളോം പ്ലസ് -2 കൂളോം എന്ന് പറഞ്ഞാൽ എന്താണ്, 4 കൂളോം. സോ ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം ഈസ് 4 കൂളോം. സോ 4 കൂളോം എങ്ങനെ കിട്ടി, 6 കൂളോമിന്റെയും -2 കൂളോമിന്റെയും കൂടെ ആൽജിബ്രായിക് സം. ആൽജിബ്രായിക് സം ഓഫ് 6 കൂളോം ആൻഡ് -2 കൂളോം. ഓക്കെ, സോ അഡിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാനാണ്. അഡിറ്റിവിറ്റി അനുസരിച്ച് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള ഇൻഡിവിജ്വൽ ചാർജുകളുടെ എല്ലാം കൂടെ ആൽജിബ്രായിക് സം. ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ദി ആൽജിബ്രായിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ഓഫ് ദി ബോഡി. ആ ബോഡിയുടെ എല്ലാ സ്ഥലത്തുമുള്ള ഓരോ ചാർജുകൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചാർജുകളുടെ എല്ലാം കൂടെ ആൽജിബ്രായിക് സം ആയിരിക്കും ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണെന്ത്, അഡിറ്റിവിറ്റി. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേറ്റീവ് പ്രോപ്പർട്ടി. കൺസർവേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജി നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാൻ പറ്റില്ല, ഉള്ള എനർജി നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ കൺസർവേഷൻ ഓഫ് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, ചാർജ് നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാൻ പറ്റില്ല, നോർ ബി ഡിസ്ട്രോയിഡ്, ഉള്ള ചാർജിനെ നമുക്ക് നശിപ്പിക്കാനും പറ്റത്തില്ല. നമുക്ക് ആകെ പറ്റുന്നത് ചാർജുകളെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ശരിയാണ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ കൺസർവ്ഡ് ആയിരിക്കും. Total charge of a system is always constant or conserved. This is called the conservation of charge. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഒരു ബോഡി ചാർജ് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു ബോഡി ചാർജ് ചെയ്യപ്പെടുന്നത്, ഇലക്ട്രോണുകൾ പോകുമ്പോഴോ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുമ്പോഴോ വരുമ്പോഴോ. ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് അല്ലെ, ആ ഇലക്ട്രോൺ കിട്ടുന്ന വസ്തുവിന് എന്താ, നെഗറ്റീവ് ചാർജ്. ആ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ രണ്ട് ബോഡിയും കൂടെ ചേർത്താണ് നമ്മൾ പറയുക, ശരിയാണോ. ആ സിസ്റ്റം മൊത്തത്തിൽ എടുത്താൽ എന്താണ്, അതിന്റെ ടോട്ടൽ ചാർജ് എന്താണ്, 0. നമുക്കതെങ്ങനെ പറയാം, നോക്കൂ. ഇപ്പൊ ഇതൊരു ബോഡിയാണെന്ന് ഇരിക്കാം. ഓക്കെ, ഇതൊരു ആറ്റമാണ്. ഈ ആറ്റത്തിനകത്ത് പ്രോട്ടോണുകളും ഉണ്ട്, ന്യൂട്രോണുകളും ഉണ്ട്, ശരിയാണോ. സോ നോർമലി ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്ന് പറഞ്ഞാൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അത്ര തന്നെ എന്തുണ്ട്, ഇലക്ട്രോണുകളുണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സപ്പോസ് ഇപ്പുറത്ത് വേറൊരു ആറ്റം ഉണ്ടെന്ന് ഇരിക്കുക, ഇവിടെ വേറൊരു ആറ്റം ഉണ്ട്, ഇതിന്റെയും ടോട്ടൽ ചാർജ് എന്താണ്, 0. ഇതും ഇലക്ട്രിക്കലി എന്താണ്, ന്യൂട്രൽ ആണ്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ എന്തുകൊണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ഇതിന്റെയും ടോട്ടൽ ചാർജ് 0, ഇതിന്റെയും ടോട്ടൽ ചാർജ് എന്താ, 0. അപ്പോ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടുകൂടെ ചേർന്നതാണ് സിസ്റ്റം, ഈ രണ്ട് ആറ്റങ്ങളും ചേർന്നതാണ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്താണ്, 0 ആണ്. Total charge of the system is 0 because this atom is electrically neutral, this atom is also electrically neutral. So total charge of the system is 0. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു വിചാരിക്കും. ഒരു ഇലക്ട്രോൺ ഈ ആറ്റത്തിൽ നിന്ന് ഈ ആറ്റത്തിലേക്ക് പോകും. ഇലക്ട്രോൺ ഈ ആറ്റത്തിൽ നിന്ന് ഈ ആറ്റത്തിലേക്ക് പോയാൽ ഇവിടെ ഒരു പ്ലസ് ചാർജ് കിട്ടും. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും, ശരിയാണോ. അപ്പൊ ഈ ആറ്റം പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവും, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആവും, ശരിയല്ലേ. ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇതോ
ഇലക്ട്രോൺ കിട്ടുന്ന ആറ്റമാണ്. ഇതെന്താവും? അത്ര തന്നെ ഈക്വൽ ആയിട്ടുള്ള, ഇതിന് എത്ര പോസിറ്റീവ് ചാർജ് ആണോ അതിന് ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? ഇവിടെ കിട്ടും. സോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ കാരണം, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയത് കാരണം ഈ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഈ ആറ്റത്തിന് ഈക്വൽ നെഗറ്റീവ് ചാർജും കിട്ടും. ശരിയാണോ? ഇനി ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് ശേഷമുള്ള ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചാൽ ഇതിന്റെ ചാർജ് പ്ലസ് ഇതിന്റെ ചാർജ് അല്ലേ? ഈ ബോഡിയുടെ ചാർജ് എന്താ? ഈ ആറ്റത്തിന്റെ ചാർജ് എന്താ? പ്ലസ് അല്ലെ? ഇതിന്റെ ചാർജ് എന്താ? മൈനസ്. ഈക്വൽ ആണ്, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പൊളാരിറ്റി മാത്രമേ വ്യത്യാസമുള്ളൂ, സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുമ്പോൾ എന്തായി പോകും? ഇത് പ്ലസ്, ഇത് ഈക്വൽ ആയിട്ടുള്ള മൈനസ്, ആ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി പോകും? സീറോ. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പും ഈ സിസ്റ്റത്തിന്റെ, ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റത്തിന്റെ ടോട്ടൽ ചാർജ് സീറോ ആയിരുന്നു. ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് ശേഷവും ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ത് തന്നെയാണ്? സീറോ തന്നെയാണ്. ശരിയല്ലേ? കാരണം ഇത് രണ്ടുകൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് സീറോ കിട്ടും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് മുമ്പും ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് ശേഷവും, ആ പ്രോസസ്സിന് മുമ്പും ആ പ്രോസസ്സിന് ശേഷവും സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരാളല്ല, രണ്ടുപേരും കൂടി ചേർന്നതാണ്. സിസ്റ്റത്തിന്റെ ചാർജ് സീറോ ആണ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, എന്ന് പറഞ്ഞാൽ കൺസർവ്ഡ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക കൺസർവേഷൻ ഓഫ് ചാർജ്. സോ ചാർജ് ഈസ് കൺസർവ്ഡ്. That means for an isolated system, total charge of the system always remains constant. If it is zero, it always remains at a zero value. ഓക്കെ, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അഥവാ കൺസർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ചാർജുകളുടെ ബേസിക് പ്രോപ്പർട്ടിയിൽ രണ്ടാമത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാവുന്നത് മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേര് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നാണ്. ഇത് കൺസർവേഷൻ ഓഫ് ചാർജ്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. ഓക്കെ, ലാസ്റ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ക്വാണ്ടൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോഡിയിലെ ചാർജ് എപ്പോഴും ഡിസ്ക്രീറ്റ് എമൗണ്ട് ആയിരിക്കും. ഏതൊരു വസ്തുവിലെയും ചാർജ് ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും. ഒരിക്കലും അതിനൊരു ആർബിട്രറി വാല്യൂ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട വാല്യൂ സ്വീകരിക്കാൻ പറ്റില്ല. പകരം ഒരു പ്രത്യേക വാല്യൂസ്, ചില പ്രത്യേക വാല്യൂസ് മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റൂ? സ്വീകരിക്കാൻ പറ്റൂ. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആറ്റം. ഓക്കെ, ഇത് മറ്റൊരു ആറ്റം. ഈ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോയാൽ ഇതിന്റെ ചാർജ് എന്താ? ഈ ആറ്റത്തിൽ നിന്നൊരു ഇലക്ട്രോൺ അപ്പുറത്തെ ആറ്റത്തിലേക്ക് പോവാണ്. ഈ ആറ്റത്തിൽ നിന്നൊരു ഇലക്ട്രോൺ അപ്പുറത്തെ ആറ്റത്തിലേക്ക് പോയാൽ ഇതിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ്. എത്ര പോസിറ്റീവ് ചാർജാ? പ്ലസ് ഇ. ഒരു പ്രോട്ടോണിന്റെ ചാർജ് നോക്കൂ. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സൈനിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് ഇ ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇ ആണ്. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഈ ആറ്റത്തിന് കിട്ടുന്ന ചാർജ് പ്ലസ് ഇ ആണ്. അതായത് ഒരു പ്രോട്ടോണിന്റെ ചാർജ് എക്സ്ട്രാ വരും, പ്ലസ് ഇ. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിന് കിട്ടുന്ന ചാർജ് എന്താണ്? മൈനസ് ഇ ആണ്. ശരിയാണ്? ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്. ഇത് പ്ലസ് ഇ, ഇതെന്താ? മൈനസ് ഇ. എന്താണ് ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? എന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളോം. 1.6 × 10⁻⁻19 കൂളോം ആണ് ഈ ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇതാണ് 1.6 × 10⁻⁻19. അപ്പൊ ഒരു ഇലക്ട്രോൺ ഈ ആറ്റത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ആറ്റത്തിന് കിട്ടുന്ന ചാർജ് എത്രയെന്ന് വെച്ചാൽ പ്ലസ് 1.6 × 10⁻⁻19 കൂളോം ആണ്, അല്ലെ? ഈ ആറ്റത്തിന് കിട്ടുന്ന ചാർജ് എത്രയെന്ന് വെച്ചാൽ മൈനസ് 1.6 × 10⁻⁻19 കൂളോം ആണ്. അപ്പൊ ഇത് പ്ലസ് ചാർജ്, ഇതെന്താണ്? മൈനസ് ചാർജ്. ഓക്കെ, അപ്പോ ഇനി ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കൂടെ പോയാലോ? ഒരു ഇലക്ട്രോൺ കൂടെ പോയാൽ ഇവിടെ പ്ലസ് 2e, 2 പ്രോട്ടോണുകളുടെ ചാർജ് വരും. ഇവിടെ ആണെങ്കിലോ 2 ഇലക്ട്രോണുകളുടെ ചാർജ്, നെഗറ്റീവ് ചാർജ് വരും. ശരിയല്ലേ? അപ്പൊ ഇവിടെ 2e, ഇവിടെ എന്താണ്? മൈനസ് 2e. ഇനി 3e, അങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ ഇലക്ട്രോണുകൾ പോകുമ്പോഴാണ് ചാർജ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രോണുകൾ എങ്ങനെയാ പോകുന്നത്? ഒരു ഇലക്ട്രോൺ ആയിട്ട് പോവാം, 2 ഇലക്ട്രോൺ ആയിട്ട് പോവാം, 3 ഇലക്ട്രോൺ ആയിട്ട് പോവാം. അങ്ങനെ മാത്രമേ പോവാൻ പറ്റൂ. ശരിയാണോ? ഒരിക്കലും 1.5 ഇലക്ട്രോൺ ആയിട്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ബോഡിയുടെ പോസിറ്റീവ് ചാർജിന്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? ഈ ബോഡിയുടെ, ഈ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുകൾക്ക് ഏതൊക്കെ വാല്യൂ സ്വീകരിക്കാൻ പറ്റും? ഒരു ഇലക്ട്രോൺ പോയാൽ പ്ലസ് ഇ, ശരിയല്ലേ? 2 ഇലക്ട്രോൺ പോയാൽ പ്ലസ് 2e.
3 ഇലക്ട്രോൺ ആണ് ഈ ആറ്റത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നെങ്കിലോ ഈ ആറ്റത്തിന്റെ ചാർജ് എന്താ +3. ഇവിടെ 50 ഇലക്ട്രോൺ ആണ് അങ്ങോട്ട് പോകുന്നെങ്കിലോ 50 ഇലക്ട്രോൺ ഈ ആറ്റത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഈ ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? +50E. അവിടെ E എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ശരിയാണോ? അതുപോലെ ഈ ആറ്റത്തിന് ഏതൊക്കെ നെഗറ്റീവ് ചാർജ് കിട്ടാം? ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ, ഈ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് എത്രയാണ്? -E. ഒരു -1E. 2 ഇലക്ട്രോണുകൾ ആറ്റത്തിലേക്ക് വരികയാണെങ്കിലോ, ഈ ആറ്റത്തിലേക്ക് വരുന്ന 2 ഇലക്ട്രോണുകളാണെങ്കിലോ ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? -2E. 3 ഇലക്ട്രോണുകളാണ് വരുന്നതെങ്കിൽ -3E. 50 ഇലക്ട്രോണുകൾ ഈ ആറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ആറ്റത്തിന്റെ ചാർജ് എന്തായിരിക്കും? -50E. ശരിയല്ലേ? അപ്പോ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡി ആയാലും നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ബോഡി ആയാലും ആ ബോഡിയിലെ ചാർജ് Q എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് E ആയിരിക്കും. 1E ആവാം, 2E ആവാം, 3E ആവാം. ശരിയാണ്? അപ്പോ അതിനെ ഞാൻ N എന്ന് കൊടുക്കുന്നു, NE. ശരിയാണോ? ഇനി അത് പ്ലസ് ആവാം മൈനസ് ആവാം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? പ്ലസ് ഓർ മൈനസ് NE. എന്താണ് N? എനി ഇന്റിജർ. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എന്ത് വേണോ ആവാം. എന്നിന് 0യും ആവാം. ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി 0. N = 0 എടുത്താൽ ടോട്ടൽ ചാർജ് എന്താണ്? 0 ആവാം. ശരിയല്ലേ? സോ ഇതാണ് ഏതൊരു ബോഡിയിലെയും ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് ഓഫ് എനി ബോഡി Q is equal to ± NE, where N is any integer. And what is E? Charge of electron, basic charge. ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് നമ്മൾ ബേസിക് ചാർജ്. കാര്യം ഇലക്ട്രോൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. അപ്പൊ ഈ ഇക്വേഷൻ അനുസരിച്ച് ഒരു ബോഡിയിലെ പോസിറ്റീവ് ചാർജിന് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിന് ഈ പറയുന്ന വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഏതൊക്കെയാണ് ആ വാല്യൂ? എന്നിന് 1 കൊടുത്താൽ എന്ത് കിട്ടും? E +E അല്ലെങ്കിൽ -E. പ്ലസോ മൈനസോ ഏത് വേണമാവാം. E ആവാം. അല്ലെങ്കിൽ ആ ബോഡിക്ക് ഏത് ചാർജ് ആവാം? 2E ആവാം. അല്ലെങ്കിൽ ആ ബോഡിക്ക് ഏത് ചാർജ് ആവാം? 3E ആവാം. അല്ലെങ്കിൽ ആ ബോഡിക്ക് ഏത് ചാർജ് ആവാം? 4E ആവാം. അങ്ങനെ ഇത് പ്ലസ് ആവാം, മൈനസ് ആവാം, പ്ലസോ മൈനസോ ആവാം. പക്ഷെ ഈ പറയുന്ന വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എ ബോഡി ക്യാൻ ഹാവ് ചാർജസ്, പോസിറ്റീവ് ചാർജ് ഓർ നെഗറ്റീവ് ചാർജ് ഓഫ് ദീസ് വാല്യൂസ്, E or 2E or 3E or 4E or any multiple of E. So we can write Q is equal to plus or minus NE, where N is equal to 1, 2, 3, 4, etc. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ചാർജ് പോസിബിൾ ആണോ? 3/2E എന്ന് പറയുന്ന ഒരു ചാർജ് പോസിബിൾ ആണോ ഒരു ബോഡിക്ക്? അതായത് 1.5E. 1.5E എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും ഒരു ബോഡിക്ക് പോസിബിൾ അല്ല. എന്തുകൊണ്ട് 1.5E പോസിറ്റീവ് ചാർജ് പോസിബിൾ അല്ല എന്ന് പറയാൻ കാര്യം എന്താ? +1.5E ചാർജ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ അല്ല. കാര്യം എന്താ? +1.5E പോസിറ്റീവ് ചാർജ് ഒരു ബോഡിക്ക് കിട്ടണമെങ്കിൽ അതിൽ നിന്ന് 1.5 ഇലക്ട്രോണുകൾ പോകണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോൺ പോകണം അല്ലെ? 1.5 ഇലക്ട്രോൺ എങ്ങനെയാ പോകുന്നത്? ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോൺ പോകും, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ പോകും. 1.5 ഇലക്ട്രോൺ പോകുമോ? ഇല്ല. ശരിയാണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ പോകാം, അല്ലെങ്കിൽ പിന്നെ 2 ഇലക്ട്രോണേ പോകാൻ പറ്റും. അല്ലാതെ 1.5 ഇലക്ട്രോൺ ഒരിക്കലും എന്ത് ചെയ്യില്ല, പോകില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചാർജ് പോസിബിൾ ആണോ? അല്ല. ഓക്കെ, അപ്പൊ ഒരു ബോഡിയുടെ ചാർജ്, അതിപ്പോ നെഗറ്റീവ് ആയാലും അങ്ങനെ, ഒരു ബോഡിയുടെ ചാർജ് ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചില പ്രത്യേക വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഏതാണ് ആ പ്രത്യേക വാല്യൂസ്? ±NE, N is equal to 1, 2, 3, 4, 5, etc. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോ ടോട്ടൽ ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. ഇത് എത്ര വലിയ മൾട്ടിപ്പിൾ ആണോ? 1000E വരെ ആവും. 1000 ഇലക്ട്രോണുകൾ പോയാൽ ആ ബോഡിയുടെ ചാർജ് +1000E. 1000 ഇലക്ട്രോണുകൾ വന്നാൽ ആ ബോഡിയുടെ ചാർജ് -1000E. അങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് സാധാരണഗതിയിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് എ ചാർജ് ഓഫ് 3.6 into 10⁻⁻⁹, അല്ലെങ്കിൽ 3.2 into 10⁻⁻⁹ കൂളോം പോസിബിൾ ആണോ? Is it possible for a body to have a charge 3.2 into 10⁻⁻⁹ കൂളോം? 3.2 into 10⁻⁻⁹ കൂളോം ചാർജ് ഒരു ബോഡിക്ക് പോസിബിൾ ആണോ അല്ലയോ? ഇങ്ങനെ ഒരു ചാർജ് പോസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇങ്ങനെ ഒരു ചാർജ് പോസിബിൾ ആണോ അല്ലയോ എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ചാർജ് ആണ് Q.
ക്യൂ തന്നിട്ടുണ്ട്. ഈ ചാർജ് പോസിബിൾ ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ശരിയാണ്, ക്യൂ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എൻ കണ്ടുപിടിച്ചാൽ മതി. ശരിയാണ്, ക്യൂ തന്നിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എൻ ഇസ് ഈക്വൽ ടു പറ വാട്ട് ഈസ് എൻ? ക്യൂ ഡിവൈഡഡ് ബൈ ഇ. ശരിയാണോ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഓഫ് ദി ബോഡി ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് വൺ ഇലക്ട്രോൺ, ക്യൂ ഡിവൈഡഡ് ബൈ ഇ. ക്യൂ എന്താണ്? 3.2 into 10⁻⁻19 ഡിവൈഡഡ് ബൈ ഇ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്താണ്? 1.6 into 10⁻⁻19. 10⁻⁻19 10⁻⁻19 എന്ത് ചെയ്ത് പോവും? ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെന്താ ഉള്ളത്? 3.2 by 1.6. 1.6ന്റെ ഇരട്ടിയല്ലേ 3.2 is equal to എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. n is equal to 2 പോസിബിൾ അല്ലേ? n is equal to 2 പോസിബിൾ ആണ്. അതൊരു ഇന്റിജർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറയും ഇറ്റ് ഈസ് പോസിബിൾ. ഇങ്ങനെ ഒരു ചാർജ് പോസിബിൾ ആണ്. ഇത് പ്ലസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 2 ഇലക്ട്രോണുകൾ അതിൽ നിന്ന് പോയി എന്നർത്ഥം. ഇത് മൈനസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 2 ഇലക്ട്രോണുകൾ അതിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചാർജ്, ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജ് ഒരു ബോഡിക്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ശരിയല്ലേ? നമ്മൾക്ക് ഒരു ചാർജ് തരും. ചാർജ് തന്നിട്ട് ഇത് പോസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ഇലക്ട്രോണുകൾ എത്ര എണ്ണമാണ് എന്ന് ചോദിക്കാം. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നമ്മൾ പോസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിക്കാനായാലും ട്രാൻസ്ഫർ ചെയ്ത ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്നാണ് കണ്ടുപിടിക്കുന്നത്? തന്നിട്ടുള്ള ചാർജ് ക്യൂ ആയിട്ട് എടുക്കുക. അതിനെ ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട്, ബേസിക് ചാർജ് കൊണ്ട്, ഫണ്ടമെന്റൽ ചാർജ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ അതൊരു ഇന്റിജർ ആണെങ്കിൽ പോസിബിൾ ആണ്, അല്ലെങ്കിൽ പോസിബിൾ അല്ല. ഇപ്പൊ 3.2ന് പകരം 3.4 ആണെന്ന് വരും. 3.4 into 10⁻⁻19 കൂളോം പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പോസിബിൾ അല്ല. കാരണം 10⁻⁻19 ആണ്. അപ്പൊ ഈ ഫ്രണ്ടിലുള്ള നമ്പർ നോക്കിയാൽ മതി. 3.4 എന്ന് പറയുന്ന 1.6ന്റെ മൾട്ടിപ്പിൾ ഒരിക്കലും ആകില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ചാർജ് ഒരിക്കലും ഒരു ബോഡിക്ക് പോസിബിൾ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, അപ്പോ കാര്യം മനസ്സിലാവുമല്ലോ. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ഓക്കെ, സോ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ഏതൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം. ഏതൊക്കെയാണ്? ഒന്ന്, അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. എന്താണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്? ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ഓൾവേസ് ദി ആൾജിബ്രായിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജ്. ഒരു സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള ഇൻഡിവിജ്വൽ ചാർജുകളുടെ ആൾജിബ്രായിക് സം ആയിരിക്കും. രണ്ട്, കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താ പറയുക? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അഥവാ കൺസർവ്ഡ് ആയിരിക്കും. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. വി ക്യാൻ ട്രാൻസ്ഫർ ചാർജ് ഫ്രം വൺ സിസ്റ്റം ടു another system or one body to another body. Third one and the important one is quantization of charge. That means total charge of a body is always an integral multiple of a fundamental charge. Q is the total charge which is always equal to integral multiple n into a fundamental charge E. What is E? Is the charge of electron, that is equal to 1.6 into 10⁻⁻90. Total charge can be plus or minus, positive or negative. So total charge of a body can be written as Q is equal to plus or minus Ne, where n is equal to 1, 2, 3, 4, etc. Okay, so the values of charges are not arbitrary. The values of charge of a body is always discrete. Okay, ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ലളിതമായിട്ട് എങ്ങനെ പറയാം? സാധാരണ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന വേർഡ്, ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബോർ ആറ്റം മോഡൽ നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ബോർ ആറ്റം മോഡൽ അനുസരിച്ച് ആംഗുലാർ മൊമെന്റം ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഓർമ്മയുണ്ടോ? L is equal to n into h/2π എന്ന് എഴുതിയത്, അല്ലെങ്കിൽ MBR is equal to n into h/2π എഴുതിയത് ഓർമ്മയുണ്ടോ? ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആണ്. ആംഗുലാർ മൊമെന്റം L അല്ലെങ്കിൽ MVR is an integral multiple of h/2π. അതിനെ നമ്മൾ വിളിക്കുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്നാണ്. ശരിയല്ലേ? അപ്പൊ ഈ ക്വാണ്ടൈസേഷൻ പല സ്ഥലത്തും വരുന്നതാണ്. നമ്മൾ ഇനിയും പല ക്വാണ്ടൈസേഷനുകൾ എന്ത് ചെയ്യും? പഠിക്കും. എനർജിയുടെ ക്വാണ്ടൈസേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കൂ, നമ്മുടെ കറൻസി സിസ്റ്റം, അതായത് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന പൈസയെ കുറിച്ച് പറയാം. ശരിയാണ്? നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള കറൻസി സിസ്റ്റത്തില് പൈസയില് ഏറ്റവും കുറഞ്ഞ പൈസ ഇപ്പൊ ഏതാണ്? പണ്ട് 25 പൈസയായിരുന്നു. ഇപ്പൊ 25 പൈസ ഇല്ല. ഇപ്പൊ 50 പൈസയാണ് ഏറ്റവും കുറഞ്ഞത്, അല്ലെ? 50 പൈസ കാണാനില്ല. 1 രൂപ തന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടാനില്ലേ? എന്നാലും 50 പൈസ നിലവിലുണ്ട്. 50 പൈസ എന്ന് പറയുന്നത് വാലിഡാണ്. അപ്പൊ 50 പൈസയാണ് നമ്മുടെ ഏറ്റവും ചെറിയ നാണയം. ഏറ്റവും കുറഞ്ഞ രൂപ എന്ന് പറയുന്നത് 50 പൈസയാണ്. ശരിയല്ലേ?
അപ്പൊ 50 പൈസ ഉണ്ട്, പിന്നെ 1 രൂപയുണ്ട് അല്ലെ. 1.50 അല്ലെങ്കിൽ 3.50 പൈസ വയ്ക്കുമ്പോൾ എന്താ 1.5 ആവും. പിന്നെ ഏത് പൈസ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഒരാൾക്ക് 75 പൈസ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 1 രൂപ 25 പൈസ ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ, കൈമാറാൻ പറ്റുമോ, കൈ കൊടുക്കാൻ പറ്റുമോ, 1 രൂപ 25 പൈസ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? എനിക്ക് 50 പൈസ കൊടുക്കാം, 1 രൂപ കൊടുക്കാം. 1 രൂപ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏത് രൂപ മാത്രമേ കൊടുക്കാൻ പറ്റൂ? 1.5 രൂപ മാത്രമേ കൊടുക്കാൻ പറ്റൂ. 1.25 രൂപ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ശരിയാണ്. കാര്യം നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പൈസ, ഏറ്റവും ചെറിയ പൈസ എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ശരിയാണ്. അപ്പൊ 50 പൈസ കൊടുക്കാം ഒരാൾക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് 1 രൂപയെ കൊടുക്കാൻ പറ്റും. 75 പൈസ കൊടുക്കാൻ പറ്റത്തില്ല. 1 രൂപ കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 1.5 രൂപയെ കൊടുക്കാൻ പറ്റും. 3.50 പൈസ കൊടുത്താൽ മതി 1.5 രൂപയെ. അല്ലെങ്കിൽ 1 രൂപയെ ഒരു 50 പൈസ കൊടുത്താൽ 1.5 രൂപയെ. 1 രൂപ 20 പൈസ അല്ലെങ്കിൽ 25 പൈസ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അതേസമയം നമുക്ക് ഈ 50 പൈസ ഉപയോഗിച്ച് എത്ര വലിയ എമൗണ്ട് വേണോ കൊടുക്കാം, കൊടുത്തൂടെ? എനിക്കിപ്പോ ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കണം. എനിക്ക് 1 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ 2 ലക്ഷം 50 പൈസ കൊടുത്താൽ പോരെ. 2 ലക്ഷം 50 പൈസ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 1 ലക്ഷം രൂപയാണ്. ഓക്കെ. അപ്പൊ 50 പൈസ ഉപയോഗിച്ച് എനിക്ക് എത്ര വലിയ എമൗണ്ട് വേണോ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടുകൾക്ക് എല്ലാ വാല്യൂസും പറ്റില്ല. ആർബിട്രറി വാല്യൂസ് പറ്റില്ല, തോന്നുന്ന വാല്യൂസ് പറ്റില്ല. ചില പ്രത്യേക വാല്യൂസ് മാത്രമേ പറ്റൂ. എന്താണ് ആ പ്രത്യേക വാല്യൂ? 50 പൈസ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൈമാറാൻ പറ്റുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് കയ്യിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് 1 രൂപയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1.5 രൂപയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ആണ്, പിന്നെ 2.5, പിന്നെ 3, 3.5, അങ്ങനെ പോകും. ശരിയാണ്. ഇതിനിടയ്ക്കുള്ള വേറെ ഒരു പൈസയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. റൗണ്ട് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. എക്സാക്ട് ആ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കിത് ഉപയോഗിച്ച് എത്ര വലിയ എമൗണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വാല്യൂസിലുള്ള എമൗണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കറൻസി അല്ലെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. ചാർജിന്റെ കാര്യം പറഞ്ഞ പോലെ എന്താണ്, ക്വാണ്ടൈസ്ഡ് ആണ്. അതൊരു ചെറിയ വാല്യൂവിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും. ഒരു ചെറിയ വാല്യൂവിന്റെ മൾട്ടിപ്പിൾ എന്താ ആയിരിക്കും, 50 പൈസയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് അത് വരും. അതുപോലെ ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ വാല്യൂ, ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ വരും. അപ്പൊ ഇങ്ങനെ എല്ലാ വാല്യൂസും ഇല്ല, ആർബിട്രറി വാല്യൂസ് ഇല്ല, പകരം ഡിസ്ക്രീറ്റ് വാല്യൂസ്, ചില പ്രത്യേക വാല്യൂസ് മാത്രമാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ. അത് ചാർജിലുണ്ട്, ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോണിലുണ്ട്, എനർജിയിലുണ്ട്, ഒക്കെയുണ്ട്. ശരിയാണ്. അപ്പൊ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാവുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും നിങ്ങളുടെ മെസ്സേജ് കേട്ടോ. അപ്പൊ ഇതാണ് ചാർജുകളുടെ ബേസിക് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാമല്ലോ അല്ലെ. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ഇലക്ട്രോസ്കോപ്പ്. ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ചാർജ് ഇൻ എ ബോഡി. ഒരു ബോഡിയിലെ ചാർജിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ. എന്താണ് ഈ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഞാൻ ജസ്റ്റ് ആ ഡിവൈസ് ഒന്ന് വരയ്ക്കാം. വേറൊന്നുമില്ല, ഒരു ബോക്സ് ആണ് എന്റെ പ്രധാനം. ഒരു ബോക്സ്, ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ബോക്സ്. ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും. ഓക്കെ. ഗ്ലാസ് വിൻഡോസ് ഒക്കെ വെച്ചിട്ട് ഒരു ബോക്സ്. ഓക്കെ. ഈ ബോക്സിന്റെ ഇവിടെ നിന്ന് താഴേക്ക് ഒരു റോഡ് കൊടുത്തിട്ടുണ്ട്. റോഡ്, ആ റോഡിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു നോബും ഉണ്ട്. ഓക്കെ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. നോബ് ഇവിടെ ഒരു
ഗോൾഡ് ലീഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മെറ്റൽ നോബാണ്, മെറ്റൽ നോബ്. ഇത് മെറ്റൽ റോഡ്, ഇത് ഗോൾഡ് ലീഫ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ്. അപ്പൊ ഞാൻ ഈ നോബും മെറ്റൽ റോഡും ലീഫും പ്രത്യേകം വരയ്ക്കാം, ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊരു റോഡ്. ഓക്കെ, ഇതിലൊരു ഒന്നല്ല രണ്ട് ലീഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വരച്ചേക്കുക. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു ബോക്സ് ആണ്, റെക്ടാങ്കുലർ ബോക്സ് ആണ്, ഗ്ലാസ് വിൻഡോസ് ഒക്കെ ഉള്ള ഒരു ബോക്സ്. ശരിയാണ്. ആ ബോക്സിന്റെ നടുക്കുന്ന് ഒരു റോഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ റോഡിന്റെ ഒരറ്റത്ത് ഒരു മെറ്റൽ നോബും അതിനകത്ത് ബോക്സിനകത്ത് വരുന്ന എൻഡില് രണ്ട് ലീഫ്, ഗോൾഡ് ലീഫ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ലീഫ്. ഓക്കെ, ഇതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നമുക്കിപ്പോ ഒരു ബോഡി ഉണ്ട്, ഇങ്ങനെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ബോഡിക്കകത്ത് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. നമുക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പൊ ആ ബോഡി മാത്രം ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് അറിയത്തില്ല അതിനകത്ത് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അതില് സപ്പോസ് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ബോഡിയിൽ കുറെ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസ് ആയിട്ടുള്ള ചാർജാണ്. എല്ലാ വസ്തുവിലും ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന്റെ ചാർജ് ഉണ്ട്, പ്രോട്ടോണിന്റെ ചാർജ് ഉണ്ട്. അത് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. ഞാൻ പോസിറ്റീവ് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ ഇലക്ട്രോൺ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈ ബോഡിയിൽ നിന്ന് കുറെ ഇലക്ട്രോൺ നേരത്തെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിനെന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഇത് അധികമുള്ള ചാർജാണ്. അപ്പൊ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് കൊണ്ടുവന്നതെന്ന് വിചാരിക്കും. അപ്പോ നമുക്ക് ഇതിൽ അറിയേണ്ട രീതിയിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഇതിൽ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ചാർജ് ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ നോബിൽ നമ്മൾ കൊണ്ടുവന്ന് ടച്ച് ചെയ്യും. ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടുന്ന, ചാർജ് ഡിറ്റക്ട് ചെയ്യേണ്ടുന്ന ബോഡിയെ നമ്മൾ ഈ മെറ്റൽ നോബിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യും. അപ്പൊ അതിനകത്തുള്ള ചാർജ് ഏതാണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഏത് ചാർജ് ആയാലും ആ ചാർജ്, ഞാൻ പറഞ്ഞു ഇത് കണ്ടക്ടർ ആണല്ലോ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചാർജ് നന്നായിട്ട് കടത്തി വിടുന്ന വസ്തുവാണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഈ നോബിലൂടെ എന്ത് ചെയ്യും? താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് ഈ രണ്ട് ഗോൾഡ് ലീഫിലുമായിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ? രണ്ട് ഗോൾഡ് ലീഫിലുമായിട്ട് ആ ചാർജ് ഫ്ലോ ചെയ്യും. ഗോൾഡ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്, കണ്ടക്ടറാണ്, മെറ്റലാണ്. അപ്പൊ ഈ ചാർജ് ഈ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഈ ഗോൾഡ് ലീഫിൽ വന്ന് എന്ത് ചെയ്യും? അക്യൂമുലേറ്റ് ചെയ്യും. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ചാർജ് ആണെങ്കിൽ, ഒരുപോലത്തെ ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? റിപ്പൽ ചെയ്യും അല്ലെ? ലൈക്ക് ചാർജ് റിപ്പൽസ്. അപ്പൊ ഈ രണ്ട് ലീഫുകൾ, ഇങ്ങനെ ഇരിക്കുന്ന ലീഫുകൾ ഒരേ ചാർജ് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ അകന്നു വരും, റിപ്പൽ ചെയ്ത് പോകും. ശരിയാണോ? അപ്പൊ നമ്മൾ ബോഡി കൊണ്ടുവന്ന് നമുക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടുന്ന ബോഡി കൊണ്ട് നമ്മൾ ഈ മെറ്റൽ നോബിൽ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ബോക്സിനകത്തൂടെ അകത്ത് നോക്കുന്നു, ഈ ലീഫിന് എന്ത് പറ്റുന്നു നോക്കും. അപ്പൊ ലീഫിന്റെ സെപ്പറേഷൻ, ലീഫുകൾ തമ്മിലുള്ള അകലം ഇങ്ങനെ കൂടി വരികയാണ്, ലീഫ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വരികയാണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ കൊണ്ടുവന്ന ബോഡിയിൽ എന്തുണ്ട്? ചാർജ് ഉണ്ട്. പക്ഷെ ഇത് ഏത് ചാർജ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ പറ്റില്ല. ഇതിപ്പോ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അതുപോലെ നെഗറ്റീവ് ചാർജ് ആണെന്ന് ഇരിക്കാം, കൊണ്ടുവന്ന ബോഡിയിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ മുഴുവൻ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഈ രണ്ട് ലീഫിലും എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ചാർജുകളും പരസ്പരം എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. അപ്പൊ ഈ രണ്ട് ലീഫും കൂടെ ഇങ്ങനെ എന്ത് ചെയ്ത് പോകുന്നു? റിപ്പൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഈ മെറ്റൽ നോബിൽ ബോഡി കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ ഗോൾഡ് ലീഫുകൾ തമ്മിലുള്ള അകലം പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അത് അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ കൊണ്ടുവന്ന് വെച്ച ബോഡിക്കകത്ത് എന്തില്ല? ചാർജ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഏത് ചാർജ് ആണെന്ന് അറിയാൻ പറ്റില്ല. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ആകെ അറിയാൻ പറ്റുന്നത് അതിനകത്ത് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. ശരിയാണ്. ഇനി വേറൊരു കാര്യം കൂടെ അറിയാൻ പറ്റും, നമുക്ക് ആ ചാർജിന്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോ കൊണ്ടുവരുന്ന ബോഡിയിൽ ഒരുപാട് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് വരിക, അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ ആ ചാർജ് മുഴുവൻ ഈ ലീഫിൽ വരും, രണ്ട് ലീഫിലായിട്ട് വരും. ശരിയാണോ? അപ്പൊ ചാർജിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് പറ്റും? റിപ്പൾഷനും എന്ത് ചെയ്യും? കൂടും. ശരിയാണോ? അപ്പൊ ഈ രണ്ട് ലീഫ്സ് തമ്മിലുള്ള അകലം, ഡൈവേർജൻസ് ഇങ്ങനെ കൂടി വരും, നന്നായിട്ട് എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. അപ്പൊ ഈ അകലം കൂടുന്നതിനനുസരിച്ച്, ശരിയാണ്, ലീഫുകൾ തമ്മിലുള്ള അകലം കൂടുന്നതിനനുസരിച്ച്
ഈ കൊണ്ടുവന്ന ബോഡിക്കകത്തുള്ള ചാർജിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ കുറച്ച് മാത്രമേ ഡൈവേർജ് ചെയ്തുള്ളൂ, കുറച്ച് മാത്രമേ ഈ ലീഫുകളുടെ അകലം കൂടിയുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം ചാർജ് ഉണ്ട്, ആ ചാർജിന്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. ഇനി അതെല്ലാം അകലം നന്നായിട്ട് കൂടുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ചാർജിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ചാർജിന്റെ പ്രസൻസ്, ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ചാർജിന്റെ പ്രസൻസ്, അതുപോലെ തന്നെ ചാർജിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത്, ശരിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് ഓൾസോ ഫൈൻഡ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ചാർജ് ഓൺ എ ബോഡി. ഒരു ബോഡിയിലെ ചാർജിന്റെ പ്രസൻസും അതിന്റെ സ്ട്രെങ്തും ഏറെക്കുറെ നമുക്ക് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഓക്കെ. സോ നമ്മുടെ അടുത്ത സെക്ഷൻ, ചാർജിങ് എ ബോഡി. ഒരു ബോഡിയെ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാം, ചാർജ് ചെയ്യാത്ത ബോഡിയെ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളത്. പ്രധാനമായിട്ടും 3 മെക്കാനിസമാണ് നമുക്ക് ഒരു ബോഡിയെ ചാർജ് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. 2, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. 3, ചാർജിങ് ബൈ കണ്ടക്ഷൻ. 3 മെക്കാനിസം. ഓക്കെ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ, മറ്റൊന്ന് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, മറ്റൊന്ന് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സിനാണ്. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാനാണ് നമ്മൾ ഈ മെക്കാനിസം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. എന്താണ് ഇൻസുലേറ്റേഴ്സ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കറണ്ടിനെ അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോയെ അനുവദിക്കാത്ത, പെർമിറ്റ് ചെയ്യാത്ത മെറ്റീരിയലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻസുലേറ്റേഴ്സ്. അത് കറണ്ടിന്റെ ഫ്ലോയെ അല്ലെങ്കിൽ ചാർജിന്റെ മൂവ്മെന്റിനെ എന്ത് ചെയ്യില്ല, അലോ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ റബ്ബർ, പ്ലാസ്റ്റിക്, ശരിയാണോ, ഫൈബർ, ഇതൊക്കെ എന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. വുഡ്, ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. അതിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അങ്ങനെ കറണ്ടിന്റെ ഫ്ലോ അനുവദിക്കാത്ത, കറണ്ട് ഫ്ലോ ഇല്ലാത്ത ഇൻസുലേറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാം? ഈ ഫ്രിക്ഷനിലൂടെ നമുക്ക് ഇൻസുലേറ്റേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ, ചാർജ് ചെയ്യാൻ പറ്റൂ. കണ്ടക്ടേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല, ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഇൻ ഇൻസുലേറ്റേഴ്സ്. അപ്പൊ ഈ മെക്കാനിസം പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസുലേറ്റേഴ്സിനെയാണ്. ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, എന്താ ഫ്രിക്ഷൻ നമുക്കറിയാം, കർഷണം. 2 പ്രതലങ്ങൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ, 2 സർഫസുകൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സംഗതിയാണ്, ഓപ്പോസിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പോ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഫ്രിക്ഷൻ എന്ന് പറയാം, ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ പറയുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. എന്താണ്, നമ്മുടെ തലമുടിയില് ഡ്രൈ ആയിട്ടുള്ള, നല്ല ഉണങ്ങിയിരിക്കുന്ന നമ്മുടെ തലമുടിയിൽ നമ്മൾ ചീപ്പ് കൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം, ഉരച്ചതിന് ശേഷം ചെറിയ പേപ്പർ പീസിനടുത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ പീസ്, ബിറ്റ്സ് ഓഫ് പേപ്പർ, ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ ഈ ചീപ്പിൽ വന്ന് എന്ത് ചെയ്യും, ഒട്ടിപ്പിടിക്കും. പലരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ശരിയാണ്. അന്ന് നമുക്കിത് എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും പലർക്കും അറിയില്ല എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണല്ലോ അത്. അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പലരും. എന്താണ്, ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ഓയിലുള്ള അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള, നനഞ്ഞ അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് ഉള്ള മുടിയിൽ അത് നടക്കില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ നമ്മൾ ചീപ്പ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് ഉരച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞു പേപ്പർ കഷ്ണങ്ങളുടെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ കഷ്ണങ്ങൾ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാം, ശരിയല്ലേ? എന്തുകൊണ്ടാണത് എന്നുള്ളതാണ്. അപ്പൊ അത് ആക്ച്വലി എന്താണ്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോ സംഭവിക്കുന്ന എന്താ നോക്ക്. ഇത് നമ്മുടെ ചീപ്പാണെന്ന് വിചാരിക്കും. നമ്മളത് നന്നായിട്ട് വരയ്ക്കുന്ന ആളായതുകൊണ്ട് സപ്പോസ് ഇത് കോമ്പാണ്, ഇതൊരു ചീപ്പാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെയറുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യും. ഓക്കെ, ഡ്രൈ ഹെയറുമായിട്ട് എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യും.
അപ്പൊ സംഭവിക്കുന്നത് എന്താ, ഈ ഡ്രൈ ഹെയറും ചീപ്പും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട് അല്ലെ. ഡ്രൈ ഹെയർ ആയതുകൊണ്ട് ഫ്രിക്ഷൻ കാണും. ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ് എനർജി. അപ്പൊ ഈ ചീപ്പും ഹെയറും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണം അവിടെ ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റ് ഈ രണ്ട് പേരിൽ ഒരാൾ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഇതിൽ ആരാണ് അബ്സോർബ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഹെയർ ആണ് അബ്സോർബ് ചെയ്യുന്നത്. ശരിയാണ്, അതിനൊരു കണ്ടീഷനുണ്ട്. ഇതില് ചീപ്പും ഹെയറും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതിലാണോ ആറ്റത്തില് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മില് അട്രാക്ഷൻ കുറവ്, അയാളായിരിക്കും എന്ത് ചെയ്യുക, ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുക. ഇപ്പോ ഹെയർ എടുത്തു കഴിഞ്ഞാൽ, ഹെയറിനകത്തുള്ള ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് ഹെയറിലെ ആറ്റം എടുക്കുക. ഹെയറിലെ ആറ്റത്തിലെ ഇലക്ട്രോണും ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, തമ്മിലുള്ള അട്രാക്ഷൻ ചീപ്പിനകത്തുള്ള ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷനേക്കാളും കുറവാണ്. എന്ന് പറഞ്ഞാൽ ഹെയറില് ഇലക്ട്രോണുകൾ ലൂസ്ലി ബൗണ്ടഡ് ആണ്. ഹെയറിലെ ഇലക്ട്രോണുകൾ ലൂസ്ലി ബൗണ്ടഡ് ആണ്. ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. അപ്പോ ചീപ്പും ഹെയറും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി ആര് അബ്സോർബ് ചെയ്യും, ഹെയർ അബ്സോർബ് ചെയ്യും. ഹെയർ അബ്സോർബ് ചെയ്തിട്ട് ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ഇന്ററാക്ഷൻ കുറവാണല്ലോ, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണല്ലോ. അപ്പൊ കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ചാടും. ശരിയാണ്, ഈ ഇലക്ട്രോൺ ചാടി ഇങ്ങോട്ട് വരും. എങ്ങോട്ട് വരുന്നു, ചീപ്പിലേക്ക് വരും. അപ്പോ ഹെയറിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അല്ലെ, ഹെയറിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ചീപ്പിന് കോമ്പിന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ശരിയാണോ? അപ്പോ ഹെയറിന് എന്ത് ചാർജ് കിട്ടൂടോ, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഹെയറിന് എന്ത് ചാർജ് കിട്ടും, പോസിറ്റീവ് ചാർജ്. കോമ്പിന് എന്ത് ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജ്. ശരി, അപ്പൊ നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് മുടിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ചാർജ് ചെയ്യപ്പെടുന്നു. ആരൊക്കെ ചാർജ് ചെയ്യപ്പെടുന്നു, മുടിയും ചാർജ് ചെയ്യപ്പെടുന്നു, അതുപോലെ ചീപ്പും ചാർജ് ചെയ്യപ്പെടുന്നു. മുടി എങ്ങനെയാ ചാർജ് ചെയ്യപ്പെടുന്നത്, പോസിറ്റീവായിട്ട്. ചീപ്പ് എങ്ങനെയാ ചാർജ് ചെയ്യപ്പെടുന്നത്, നെഗറ്റീവായിട്ട്. എന്തുകൊണ്ടാണ് മുടി പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യപ്പെടാൻ കാര്യം ഈ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ആരാണ് അബ്സോർബ് ചെയ്യുന്നത്, രണ്ട് മെറ്റീരിയലുകളിൽ ഏത് മെറ്റീരിയലിലാണോ ഇലക്ട്രോണുകൾ ലൂസ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ളത് അയാളാണ് അബ്സോർബ് ചെയ്യുന്നത്. ഈ പെയറിൽ ചീപ്പും ഹെയറും എടുത്ത ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഉള്ളത് ഹെയറിലാണ്. അപ്പൊ ഹെയർ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹെയറിനകത്തുള്ള ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഹെയറിലെ ആറ്റംസ് പോസിറ്റീവ് ആവുന്നു. സോ ഹെയർ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഈ പോയ ഇലക്ട്രോണുകൾ ചീപ്പിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നു. ശരിയാണോ? അപ്പൊ ചീപ്പ് എന്താവുന്നു, നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു. ഓക്കെ, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ചീപ്പാണ് നമ്മൾ പേപ്പറിന് അടുത്ത് കൊണ്ട് വെക്കുന്നത്. ശരിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് ഇപ്പോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഈ ചീപ്പ് ഫുള്ള് നെഗറ്റീവ് ചാർജ് ആണെന്ന് വരിക. നമ്മൾ പേപ്പർ പീസിനടുത്ത് കൊണ്ടുവയ്ക്കുമ്പോ, പേപ്പർ പീസിനടുത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ പേപ്പറിന്റെ ചീപ്പിനോട് അടുത്തിരിക്കുന്ന ഭാഗം പോസിറ്റീവായിട്ടും അകന്നിരിക്കുന്ന ഭാഗം നെഗറ്റീവായിട്ടും മാറും. അതിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. നമ്മൾ അതിനെ കുറിച്ച് വിശദമായിട്ട് ഇപ്പൊ പറയും. ഓക്കെ, അതായത് ഈ നെഗറ്റീവ് ചാർജ് കാരണം ഈ പേപ്പറിൽ എന്ത് വരുന്നു, ചാർജിന്റെ സെപ്പറേഷൻ ഉണ്ടാവും. അവിടെ എല്ലാം കൂടെ ചേർന്നിരുന്ന ചാർജ് ഈ ചാർജിന്റെ പ്രസൻസ് കാരണം എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് പരസ്പരം എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ പേപ്പറിന്റെ ഈ ഭാഗം, ഈ ചീപ്പിനോട് ചേർന്നിരിക്കുന്ന ഭാഗം ചീപ്പിൽ വന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഒട്ടി പിടിക്കും. ഓക്കെ, അപ്പോ ചീപ്പിലും ഹെയറിലും എങ്ങനെ ചാർജ് കിട്ടിയെന്ന് ചോദിച്ചാൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഫിനോമിന ഇങ്ങനെ ചാർജ് കിട്ടുന്നതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് എവിടെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ഇൻസുലേറ്റേഴ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ഗ്ലാസ് റോഡ് റബ്ബഡ് വിത്ത് സിൽക്ക്. നമ്മൾ ഗ്ലാസിന്റെ റോഡ് എടുക്കും, ആ ഗ്ലാസിന്റെ റോഡ് നമ്മൾ സിൽക്കുമായിട്ട് എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യും. ഗ്ലാസ് റോഡ് നമ്മൾ സിൽക്കുമായിട്ട് എന്ത് ചെയ്താൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇതുപോലെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡ് സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഗ്ലാസ് റോഡാണ്. കാരണം ഗ്ലാസ് റോഡിലാണ് ഇലക്ട്രോണുകൾ ലൂസ് ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോണുകൾ സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ശരിയല്ലേ? ഇനി നമ്മൾ പ്ലാസ്റ്റിക്കും വൂളും തമ്മിൽ എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു. പ്ലാസ്റ്റിക്കും വൂളും തമ്മിൽ, വൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പിളി. സോ വൂളും പ്ലാസ്റ്റിക്കും തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വൂളിൽ നിന്ന് ഇലക്ട്രോണുകൾ പ്ലാസ്റ്റിക്കിലേക്കാണ് പോകും. വൂളിൽ നിന്ന് ഇലക്ട്രോണുകൾ പ്ലാസ്റ്റിക്കിലേക്ക്.
അപ്പോൾ വൂളിലാണ് ഇലക്ട്രോണുകൾ ലൂസായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വൂളിൽ നിന്ന് ഇലക്ട്രോണുകൾ പ്ലാസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ വൂളിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ്. പ്ലാസ്റ്റിക്കിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ്. ഇനി എബോണൈറ്റും വൂളും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് എബോണൈറ്റിന് വൂളിന് പോസിറ്റീവ് ആണ്, എബോണൈറ്റിന് നെഗറ്റീവ്. അതേസമയം എബോണൈറ്റും പോളിത്തീനും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ എബോണൈറ്റിനാണ് പോസിറ്റീവ്, പോളിത്തീൻ എന്താണ്? നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഒരേ വസ്തുവിന് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യാം? കിട്ടാം. അത് വരയ്ക്കുന്ന ആള് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഏതിലാണ് ലൂസ്, ഏതിലാണ് ഹാർഡ് എന്നുള്ളത്. അപ്പൊ ഞാനൊരു ടേബിൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ശരിയാണ്. പോസിറ്റീവ് കിട്ടുന്നത്, നെഗറ്റീവ് കിട്ടുന്നത്. പോസിറ്റീവ് കിട്ടുന്ന ആള്, നെഗറ്റീവ് കിട്ടുന്ന ആള്. ശരിയാണ്. ഗ്ലാസ് റോഡ്, സിൽക്ക്, ശരിയല്ലേ? അതുപോലെ വൂളിപ്പോ എബോണൈറ്റ് ആയാലും എബോണൈറ്റ്, ആംബർ, അതുപോലെ പ്ലാസ്റ്റിക്, ഇതൊക്കെ ഇട്ട് വരച്ചു കഴിഞ്ഞാൽ വൂളും എബോണൈറ്റ് ആയിട്ടോ വൂളും ആംബർ ആയിട്ടോ വൂളും പ്ലാസ്റ്റിക്കുമായിട്ടോ ഒക്കെ റബ്ബ് ചെയ്താൽ വൂളിന് പോസിറ്റീവ് ആണ് കിട്ടുന്നത്, ഇതിനൊക്കെ എന്താ കിട്ടുക? നെഗറ്റീവ് ആണ് കിട്ടുക. ശരിയല്ലേ? അതേസമയം എബോണൈറ്റ് വിത്ത് പോളിത്തീനുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് എബോണൈറ്റിന് പോസിറ്റീവ് ആണ്, പോളിത്തീൻ ആണ് എന്ത്? നെഗറ്റീവ്. പിന്നെന്താണ്? ഡ്രൈ ഹെയർ, അതുപോലെ പ്ലാസ്റ്റിക് കോം. ഡ്രൈ ഹെയർ പ്ലാസ്റ്റിക് കോമ്പിൽ ഡ്രൈ ഹെയറിന് എന്താണ്? പോസിറ്റീവ്, പ്ലാസ്റ്റിക് കോമ്പിന് എന്താണ്? നെഗറ്റീവ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നോക്കൂ. എബോണൈറ്റ് ചില സമയത്ത് നെഗറ്റീവ് ആയിട്ട് ചാർജ് ചെയ്യും, എബോണൈറ്റ് മറ്റൊരു സന്ദർഭത്തിൽ എന്താവുന്നു? പോസിറ്റീവ് ആവും. എബോണൈറ്റ് ഏതുമായിട്ട് റബ്ബ് ചെയ്യുമ്പോഴാണ് എബോണൈറ്റ് നെഗറ്റീവ് ആവുന്നത്? വൂളുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ എബോണൈറ്റ് നെഗറ്റീവ് ആണ്, വൂൾ എന്താണ്? പോസിറ്റീവ് ആണ്. അതേസമയം ഇതേ എബോണൈറ്റ് വൂളിന് പകരം പോളിത്തീനുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് എബോണൈറ്റ് പോസിറ്റീവ് ആണ്, പോളിത്തീൻ ആണ് എന്താവുന്നത്? നെഗറ്റീവ്. അപ്പോ വൂൾ എബോണൈറ്റ് പെയർ എടുത്താൽ വൂളും എബോണൈറ്റും തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് വൂളിലാണ് ഇലക്ട്രോൺ ലൂസ്ലി ബൗണ്ടഡ്, എബോണൈറ്റിനേക്കാളും ലൂസ്ലി ബൗണ്ടഡ് വൂളാണ്. അപ്പൊ അവർ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി വൂൾ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ വൂള് പോസിറ്റീവ് ആവും, എബോണൈറ്റ് എന്താവും? നെഗറ്റീവ് ആവും. അതേസമയം നമ്മൾ വൂള് മാറ്റിയിട്ട് എബോണൈറ്റിനോടൊപ്പം റബ്ബ് ചെയ്യുന്ന പോളിത്തീനാണ്. എബോണൈറ്റ് പോളിത്തീൻ പെയർ ആണെങ്കിൽ അവർ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതില് എബോണൈറ്റ് പോളിത്തീനെ അപേക്ഷിച്ച് ലൂസ്ലി ബൗണ്ടഡ് ആണ്. അപ്പൊ പോളിത്തീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എബോണൈറ്റ് ആണ് ലൂസ്ലി ബൗണ്ടഡ്. നേരത്തെ വൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഹാർഡ്ലി ബൗണ്ടഡ് ആയിരുന്നു, വൂളായിരുന്നു ലൂസ്ലി ബൗണ്ടഡ്. പക്ഷെ പോളിത്തീനിലേക്ക് ചെല്ലുമ്പോൾ പോളിത്തീനേക്കാളും ലൂസ്ലി ബൗണ്ടഡ് ആരാണ്? എബോണൈറ്റ് ആണ്. ശരിയല്ലേ? അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എബോണൈറ്റ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് എബോണൈറ്റിൽ നിന്ന് ഇലക്ട്രോൺ പോളിത്തീനിലേക്ക് പോകും. സോ എബോണൈറ്റ് പോസിറ്റീവ്, പോളിത്തീൻ എന്താണ്? നെഗറ്റീവ്. സോ ദിസ് ഇസ് ദി പെയർ. പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന പെയറിന്റെ ടേബിൾ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. നമ്മുടെ എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ, എയർക്രാഫ്റ്റിന്റെ ടയർ, സാധാരണഗതിയിൽ ടയർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? റബ്ബർ വെച്ചിട്ടാണ്. റബ്ബർ എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലേറ്റർ ആണ്. ശരിയല്ലേ? പക്ഷെ എയർക്രാഫ്റ്റിന്റെ ടയറിന്റെ പ്രത്യേകത, എയർക്രാഫ്റ്റിന്റെ ടയർ ഉണ്ടാക്കിയിരിക്കുന്ന റബ്ബർ ഒരു സ്പെഷ്യൽ റബ്ബറാണ്. അത് സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആണ്. സാധാരണ റബ്ബർ പോലെയല്ല, കണ്ടക്ടിങ് റബ്ബറാണ്. ആ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ എയർക്രാഫ്റ്റ് പോകുന്ന സമയത്ത്, പറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എയർക്രാഫ്റ്റിന്റെ ബോഡിയും എയറും തമ്മിൽ നല്ല ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ ഫ്രിക്ഷൻ ഉണ്ട്. അതിന്റെ ഫലമായിട്ട്, ഫ്രിക്ഷന്റെ ഫലമായിട്ട്, ചാർജിങ് ബൈ ഫ്രിക്ഷന്റെ ഫലമായിട്ട് ഈ എയർക്രാഫ്റ്റിന്റെ ബോഡിയിൽ ധാരാളം ചാർജ് വന്നെന്ത് ചെയ്യും? അക്യൂമുലേറ്റ് ചെയ്യും. ശരിയാണ്. ഈ ചാർജ് ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് ചാർജിന്റെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് സ്പാർക്ക് ഉണ്ടാക്കും. അത് എയർക്രാഫ്റ്റിന്റെ എക്സ്പ്ലോഷനിലേക്ക് എന്ത് ചെയ്യും? പോകും. അപ്പൊ അത് അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഈ ഉണ്ടാവുന്ന ചാർജ്, ശരിയാണ്, ഒരു സ്ഥലത്ത് അക്യൂമുലേറ്റ് ചെയ്യണം. അത് ആ ചാർജ് വന്നിട്ട് ഈ വീലിലാണ് അക്യൂമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലാൻഡിങ്ങിന്റെ സമയത്ത് എന്താ സംഭവിക്കുക? ഈ എയർക്രാഫ്റ്റും ഗ്രൗണ്ടും
ഫ്ലോറും തമ്മിൽ, തറയും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ടയറാണ്. ശരിയാണ്. അപ്പൊ ഈ ടയറിലൂടെ ഈ ചാർജ് എന്ത് ചെയ്യണം? ഗ്രൗണ്ടിലേക്ക് പോകണം. അപ്പൊ ടയർ റബ്ബർ ആണെങ്കിൽ ചാർജ് ഒരിക്കലും ടയറിലൂടെ എന്ത് ചെയ്യില്ല, താഴേക്ക് പോവില്ല. ടയർ നോൺ കണ്ടക്ടിങ് ആണെങ്കിൽ, ഇൻസുലേറ്റർ ആണെങ്കിൽ ഒരിക്കലും പോവില്ല. അപ്പൊ സ്പെഷ്യൽ റബ്ബർ ഉപയോഗിച്ചാണ്, കണ്ടക്ടിങ് റബ്ബർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ചാർജുകൾ എല്ലാം കൂടെ ഈ ടയറിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് ലാൻഡിങ്ങിന്റെ സമയത്ത് ഈ ടയറിലൂടെ അതെങ്ങോട്ടേക്ക് പോകും? ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് എയർക്രാഫ്റ്റുകളുടെ ടയർ സ്പെഷ്യൽ റബ്ബർ ഉപയോഗിച്ച് എന്ത് ചെയ്തേക്കുന്നത്? കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഹൈലി ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾസ്, ഉദാഹരണം പെട്രോള്, ഡീസൽ, ഗ്യാസ് ഒക്കെ കൊണ്ടുപോകുന്ന വലിയ ടാങ്കറുകളുണ്ട്. ഈ വലിയ ടാങ്കറുകളിൽ അതിന്റെ ബോഡിയിൽ നിന്ന് റോഡിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ മെറ്റൽ ചെയിൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ചങ്ങല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പെട്രോളും ഡീസലൊക്കെ കൊണ്ടുപോകുന്ന ടാങ്കറിന്റെ ഏറ്റവും പുറകിലായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉരഞ്ഞു പോകുന്ന രീതിയിൽ, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ചങ്ങല ഇട്ടിട്ടുണ്ട്, മെറ്റൽ ചെയിനുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചങ്ങല ഇടുന്നത്? വാഹനങ്ങളിൽ. ശരിയാണ്. സാധാരണ പെട്രോളും ഡീസലൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിലാണ് അത് കൂടുതലും കാണാറ്, അല്ലാത്ത വലിയ വാഹനങ്ങളിലൊന്നും കാണാറില്ല. ഈ ഹൈലി ഇൻഫ്ലമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളിലാണ് അത് കാണാറുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഹൈലി ഇൻഫ്ലമബിൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ബോഡി വളരെ വലുതാണ്. ശരിയാണ്. അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, റോഡിലൂടെ പോകുന്ന സമയത്ത് എയറും ഇതിന്റെ ബോഡിയുമായിട്ട് എന്ത് കാണും? ഫ്രിക്ഷൻ കാണും. ഈ ഫ്രിക്ഷന്റെ ഫലമായിട്ട് ഈ ബോഡി എന്ത് ചെയ്യപ്പെടും? ചാർജ് ചെയ്യപ്പെടും. ഈ ചാർജ് ഈ വാഹനത്തിന്റെ ബോഡിയിൽ തന്നെ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തിരുന്നാൽ എന്ത് സംഭവിക്കും? സ്പാർക്ക് ഉണ്ടാവും. കൊണ്ടുപോകുന്നത് ഹൈലി ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള സാധനമാണ്. പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കെറോസിനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. അപ്പൊ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ബോഡിയിൽ ഇങ്ങനെ ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാൻ പാടില്ല. ഉണ്ടാവുന്ന ചാർജ് അപ്പം എന്ത് ചെയ്യണം? ഗ്രൗണ്ടിലേക്ക് പോകണം, ഡിസ്ചാർജ് ചെയ്ത് പോകണം. അപ്പൊ ഗ്രൗണ്ടില് സാധാരണഗതിയിൽ ടയർ ആണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോ ഈ നമ്മൾ നേരത്തെ എയർക്രാഫ്റ്റിന്റെ ടയർ പോലെ നമുക്ക് ഈ ലോറിയുടെ ടയർ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ടയർ നമ്മൾ സാധാരണ റബ്ബർ തന്നെയാണ്. അപ്പൊ ടയറിലൂടെ ചാർജ് പുറത്തേക്ക് പോകില്ല. അപ്പൊ ചാർജ് പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്, ഒരു മെറ്റൽ ചെയിൻ. ബോഡിയുമായിട്ട് കോണ്ടാക്ട് വെച്ചിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക്, റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന രീതി ഇങ്ങനെ ഒരഞ്ഞാണ് അത് പോകും. അപ്പൊ ഈ ബോഡിയിൽ എവിടെയൊന്നും ഉണ്ടാവുന്ന ചാർജുകൾ ഈ ചെയിനിലൂടെ, മെറ്റൽ ചെയിനിലൂടെ എങ്ങോട്ടേക്ക് പോകും? ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചാർജുകൾ അധികം അക്യൂമുലേറ്റ് ചെയ്യില്ല. അപ്പൊ അക്യൂമുലേറ്റ് ചെയ്യാത്തത് കൊണ്ട് സ്പാർക്ക് ഉണ്ടാവില്ല, സേഫ് ആയിട്ട് പോകാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് സാധാരണ ഈ ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡെയിലി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വളരെ സിൽക്ക് ആയിട്ടുള്ള തുണി, അല്ലെ, സിൽക്ക് തുണിയൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ തേച്ചിട്ട് ഈ തുണികൾ പരസ്പരം ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ കിരികിര സൗണ്ട് കേൾക്കും. ശരിയാണ്. അപ്പൊ ചാർജുകൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. കിരികിര കേൾക്കും സൗണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബോഡിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് അനുഭവപ്പെടും. അപ്പൊ ഈ അയൺ ചെയ്യുമ്പോൾ, സിൽക്കൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷനിലൂടെ അതിന് ചാർജ് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള ഫിനോമിനൊക്കെ കാരണം. ഓക്കെ. അപ്പൊ ഇൻസുലേറ്റേഴ്സ് ചാർജ് ചെയ്യാനുള്ള മെക്കാനിസം ഏതാണെന്ന് വെച്ചാൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻസുലേറ്റേഴ്സിന് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സിന് മാത്രം ഇത് ഉപയോഗിക്കുന്നത്? കണ്ടക്ടേഴ്സ് ചാർജ് ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഉപയോഗിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ഇപ്പോ നമ്മൾ ഇതൊരു കണ്ടക്ടർ ആണെന്ന് ഇരിക്കുക, ഇതൊരു കണ്ടക്ടറാണ്. ശരിയല്ലേ? ഈ കണ്ടക്ടറിനെ നമ്മൾ ഫ്രിക്ഷനിലൂടെ ചാർജ് ചെയ്തു. അപ്പൊ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടിയെന്ന് വിചാരിക്കുക. ശരിയല്ലേ? ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടിയാൽ എന്താ പ്രശ്നം? ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഈ കിട്ടുന്ന ഫ്രിക്ഷനിലൂടെ കിട്ടുന്ന പോസിറ്റീവോ നെഗറ്റീവോ ഏത് ചാർജ് വേണോ, ഈ കിട്ടുന്ന ചാർജ് കണ്ടക്ടർ ആണെങ്കിൽ ഇതിലൂടെ കണ്ടക്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അതേസമയം ഇൻസുലേറ്റർ ആണെങ്കിലും ഇൻസുലേറ്ററിന്റെ പ്രത്യേകത ചാർജിനെ എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ കിട്ടുന്ന ചാർജ് ഇവിടെ തന്നെ എന്ത് ചെയ്യും? ഇരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ചീപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ചീപ്പും മുടിയും തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ ചീപ്പിൽ കിട്ടുന്ന നെഗറ്റീവ് ചാർജ് അവിടെ തന്നെ ഇരിക്കും. കാര്യം ചീപ്പിന് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന, റിസീവ് ചെയ്ത് വരുന്ന ചാർജ് ആ ചീപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റും. അതിനെ ചീപ്പിലൂടെ മൂവ് ചെയ്യാൻ കഴിയും. അതേസമയത്ത് ഒരു മെറ്റൽ കോമ്പാണെങ്കിലോ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിലോ, ചീപ്പിൽ ആ ചാർജ് ഇരിക്കുമോ? ചാർജ് ചീപ്പിൽ കിട്ടിയതിന് ശേഷം അത് ചീപ്പിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലൂടെ അങ്ങ് പോകും, താഴേക്ക് പോകും. അപ്പൊ ഫ്രിക്ഷനിലൂടെ നമുക്ക് കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. ചാർജ് ചെയ്താൽ തന്നെ ആ കൊടുക്കുന്ന ചാർജ് ആ കണ്ടക്ടറിൽ എന്ത് ചെയ്യില്ല? ഇരിക്കില്ല, ഒരു സ്ഥലത്ത് ഇരിക്കില്ല. അത് ആ കണ്ടക്ടറിലൂടെ എന്ത് ചെയ്ത് പോകും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത് പോകും. അതേസമയം ഇൻസുലേറ്റർ ആണെങ്കിൽ വരുന്ന ചാർജ് അവിടെ തന്നെ ഇരിക്കും. കാര്യം ഇൻസുലേറ്റേഴ്സ് കനോട്ട് കണ്ടക്ട് ചാർജ്, അതിന് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കൊടുക്കുന്ന ചാർജ് അവിടെ തന്നെ എന്ത് ചെയ്യും? ഇരിക്കും. അതുകൊണ്ടാണ്
ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏത് മെറ്റീരിയലിന് മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സിന് മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ കാരണം ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ മെക്കാനിസത്തിലേക്ക് പോവാം. രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടക്ടേഴ്സിനാണ്. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാം? ചാർജിങ് ബൈ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമുക്ക് കണ്ടക്ടേഴ്സിന് യൂസ് ചെയ്യാം, ഇൻസുലേറ്റേഴ്സിന് യൂസ് ചെയ്യാം. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കണ്ടക്ടേഴ്സിനാണ്. കണ്ടക്ടേഴ്സിന് സെമി കണ്ടക്ടേഴ്സിന് യൂസ് ചെയ്യും. എങ്ങനെയാണ് നമുക്ക് കണ്ടക്ടേഴ്സിനെ ചാർജിങ് ബൈ ഇൻഡക്ഷനിലൂടെ ചാർജ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു കണ്ടക്ടർ ആണെന്ന് എനിക്ക് സപ്പോസ് ദിസ് ഇസ് എ കണ്ടക്ടർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി, ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇതിൽ ആദ്യമേ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു കണ്ടക്ടർ ആണ്, ഇതിൽ ചാർജ് ഒന്നുമില്ല. ഓക്കെ, ചാർജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്, പക്ഷെ ഇത് ഈക്വൽ ആണ്. ഓക്കെ, ഇപ്പോ ഒരു പ്ലസ് ഒരു മൈനസ്, പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്. ഇപ്പൊ ഇവിടെ 4 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 4 നെഗറ്റീവ് ചാർജും കാണും. സോ ടോട്ടൽ ചാർജ് എന്താണ്? 0. ഈ കണ്ടക്ടറിന്റെ ടോട്ടൽ ചാർജ് 0 ആണ്. കാര്യം എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോണുകളും ഉണ്ട്, അല്ലെ? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജുകളും ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ മിക്സ് ആയിട്ടിരിക്കുക. അതിലേക്കാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ കൊണ്ടുവരുന്നത്. ടച്ച് ചെയ്യുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത് കൊണ്ടുവയ്ക്കുന്നതേ ഉള്ളൂ, തൊട്ടടുത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക, ടച്ച് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇങ്ങനെ അടുത്ത് കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള നെഗറ്റീവ് ചാർജുകളെ ഈ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യില്ലേ? അതുപോലെ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? റിപ്പലും ചെയ്യും. ലൈക്ക് ചാർജ് റിപ്പൽസ്, അൺലൈക്ക് ചാർജ് അട്രാക്ട്. അപ്പൊ സംഭവിക്കുന്നത് എന്താ? ഇതിനകത്തുള്ള നെഗറ്റീവ് ചാർജുകളെല്ലാം ഈ സൈഡിലോട്ട് വരും. 4 അല്ലേ പറഞ്ഞേ? 4 നെഗറ്റീവ് ചാർജുകൾ ഇങ്ങോട്ടേക്ക് വരും. ശരിയാണ്. ഇനി ഇവിടെ ഉണ്ടായിരുന്ന 4 പോസിറ്റീവ് ചാർജുകൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പൊ നേരത്തെ മിക്സ് ചെയ്ത് കിടന്ന ചാർജുകൾ 2 സൈഡുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ആര് കാരണം? ചാർജ് ബോഡി കാരണം. ശരിയാണ്. ഇതിലിപ്പോഴും ചാർജ് അവിടെ തന്നെ ഉണ്ട്. സോ ഈ പോസിറ്റീവ് ചാർജ് ഇതിനകത്തുള്ള നെഗറ്റീവ് ചാർജുകളെല്ലാം കൂടെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു, പോസിറ്റീവ് ചാർജുകളെല്ലാം കൂടെ ഈ സൈഡിലേക്ക് പോകും. ഈ ചാർജുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന ചാർജുകൾ തന്നെ ആയിരുന്നു, അത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മാത്രം. ഓക്കെ, സപ്പോസ് എനിക്കിതിനെ നെഗറ്റീവ് ആയിട്ടാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് ഇരിക്കും. ഈ ബോഡി എന്തായിട്ട് ചാർജ് ചെയ്യണം? നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണം. നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ പോസിറ്റീവ് ചാർജിന് ഇത് ഇങ്ങനെ വെക്കും. ഇതെന്താണ്? ഗ്രൗണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടി ഇങ്ങോട്ട് എന്ത് ചെയ്യും? പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇതുപോലെ വെച്ചേക്കണം കേട്ടോ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? വെച്ചേക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഓർഡർ വരച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ സംഭവിക്കുക? നമുക്ക് ഓരോ ഓർഡർ ആയിട്ട് നോക്കാം. ആദ്യം എന്താ സംഭവിക്കുക? ഇതൊരു കണ്ടക്ടർ ആണ്. ഇതില് പ്ലസ് 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 4 മൈനസ് 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 ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കണ്ടക്ടർ. ടോട്ടൽ ചാർജ് എന്താണ്? 0. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ചാർജ് ചെയ്യാനായിട്ട് പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള മറ്റൊരു ബോഡി കൊണ്ടുവരുന്നു. പ്ലസ് 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 പ്ലസ്. ഓക്കെ, അത് കൊണ്ടുവരുമ്പോ എന്ത് സംഭവിക്കും? അത് അടുത്ത് കൊണ്ടുവരും, ടച്ച് ചെയ്യരുത്, തൊട്ടടുത്ത് കൊണ്ടുവച്ചാൽ മതി. എങ്ങനെ കൊണ്ടുവരും? പോസിറ്റീവ് ചാർജഡ് ബോഡി കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് എല്ലാം കൂടി ഈ സൈഡിൽ, 4 നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് അപ്പുറത്തെ സൈഡിൽ. ഓക്കെ, ഇനി നമുക്കിത് നെഗറ്റീവ് ആയിട്ടാണ് ചാർജ് ചെയ്യേണ്ടത്. നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇതേ ബോഡി ഇവിടെ വച്ചുകൊണ്ട് തന്നെ പോസിറ്റീവ് 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 ഇത് വച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? മറ്റേ ഭാഗം നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു.
ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, മൂന്നാമത്തത് ഗ്രൗണ്ട് ചെയ്യും. ഇതിവിടെ വെച്ചുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുകൂടെ കയറി ഇതിലൂടെ പോകും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ ഇങ്ങോട്ട് താഴേക്ക് പോകും. ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ തന്നെ ഇരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഇവിടെ തന്നെ ഇരിക്കുന്നത് ഈ പോസിറ്റീവ് ചാർജിന് എന്തുള്ളത് കൊണ്ടാണ്? അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജുകളെ ഇങ്ങനെ അട്രാക്റ്റീവ് വെക്കും. ഈ പോസിറ്റീവ് ചാർജ് ഈ ഗ്രൗണ്ടിലൂടെ താഴെ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലോ റെസിസ്റ്റൻസ് പാത്താണ്, ഇതിലൂടെ താഴേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് കിട്ടുന്നത് ഇങ്ങനെയാണ്, പ്ലസ് 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 പ്ലസ്, ഇങ്ങനെ നെഗറ്റീവ് 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 നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഗ്രൗണ്ടിലേക്ക്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് മൊത്തം നെഗറ്റീവ് ആയിട്ട് മാറണം. ഈ മൂലയിൽ മാത്രം ഇരുന്നാൽ പോലെ. ഇനി നമ്മൾ ഇതെടുത്ത് മാറ്റും. ഇതെടുത്ത് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെടുത്ത് മാറ്റുമ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട്. ഇപ്പൊ ഇതെന്തായി? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായി. നേരത്തെ എങ്ങനെയായിരുന്നു? ഇതിന്റെ നെറ്റ് ചാർജ് 0 ആയിരുന്നു. ഇതിന്റെ നെറ്റ് ചാർജ് 0 ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ നെറ്റ് ചാർജ് എന്തല്ല? 0 അല്ല. ഇറ്റ് ഈസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ദിസ് മെക്കാനിസം ഈസ് കോൾഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷന്റെ പ്രത്യേകത എന്താണ്? ഒരു അൺചാർജഡ് ആയിട്ടുള്ള കണ്ടക്ടറിന്റെ അടുത്ത് ചാർജഡ് ആയിട്ടുള്ള ഒരു ബോഡി കൊണ്ടുവരുന്നു, വിത്തൗട്ട് കോണ്ടാക്ട്. എന്തില്ലാതെ? കോണ്ടാക്ട് ഇല്ലാതെ, നേരിട്ട് കോണ്ടാക്ട് ഇല്ലാതെ കൊണ്ടുവരുമ്പോ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ്ഡ് ബോഡിയുടെ ചാർജ് ഏതാണോ, നമ്മൾ കൊണ്ടുവരുന്ന ചാർജ്ഡ് ബോഡിയുടെ ചാർജ് ഇവിടെ എന്താ? പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അൺചാർജ്ഡ് ആയിട്ടുള്ള കണ്ടക്ടറിന്റെ സെയിം സൈഡിൽ അല്ലെങ്കിൽ നിയറർ സൈഡിൽ, നിയറർ എൻഡിൽ, നമ്മൾ ചാർജ്ഡ് ബോഡി കൊണ്ടുവരുന്നതിന്റെ നിയറർ എൻഡിൽ ഓപ്പോസിറ്റ് ചാർജും ഫർദർ എൻഡിൽ, അപ്പുറത്തെ എൻഡില് സെയിം ചാർജും ഇൻഡ്യൂസ് ചെയ്യും. ശരിയാണോ? സെയിം ചാർജ് അങ്ങറ്റത്ത്, ഓപ്പോസിറ്റ് ചാർജ് ഇങ്ങറ്റത്ത് ഇൻഡ്യൂസ് ചെയ്യും. ശരിയാണ്, ചാർജ് സെപ്പറേഷൻ സംഭവിക്കും. എന്നിട്ട് ഈ കൊണ്ടുവരുന്ന ചാർജ് അതുപോലെ വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് ചാർജിനെ, സെയിം ചാർജിനെ, ഓപ്പോസിറ്റ് ചാർജ് ഇതുപോലെ വെച്ചതിന് ശേഷം സെയിം ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് ചെയ്യും. അപ്പൊ അത് ഗ്രൗണ്ടിലേക്ക് പോകും. പിന്നെ അതിന് നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ ചാർജിന്റെ ബോഡിയെ നമ്മൾ മാറ്റുന്നു, വിഡ്രോ ചെയ്യുന്നു. അപ്പൊ ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട്. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് ഈ ബോഡിയെ നെഗറ്റീവ് ആയിട്ടാണ് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. ഇനി നമുക്ക് ഇതിനെ എന്തായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ, ഈ കണ്ടക്ടറിനെ നമുക്ക് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെന്ന് വെച്ചു. നമുക്കിതിനെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ കൊണ്ടുവരണം? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവരണം. സോ നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവരുമ്പോൾ ഈ സൈഡ് മുഴുവൻ എന്താവും? പോസിറ്റീവ്. ഈ സൈഡ് എന്താവും? നെഗറ്റീവ്. നെഗറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ മൊത്തം എന്താവും? പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ത് ചെയ്യുക? കൊണ്ട് വരിക. ശരിയാണോ? വിത്തൗട്ട് കോണ്ടാക്ട്. എന്തില്ലാതെ? കോണ്ടാക്ട് ഇല്ലാതെ. അപ്പൊ ഈ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചാർജിങ് ബൈ ഇൻഡക്ഷനില് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നമ്മൾ ചാർജ് ചെയ്യാൻ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡിയുടെ ചാർജ് അവസാനം വരെ അങ്ങനെ തന്നെയാണ്. ഇതിങ്ങോട്ട് മാറിയോ? ഇല്ല. ചാർജ് ട്രാൻസ്ഫർ ഇല്ലാതെ നടക്കുന്ന ചാർജിങ് ആണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്ന മെക്കാനിസമാണ്. ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, പ്രസൻസ് ഓഫ് ചാർജ് മാത്രമേ ഉള്ളൂ. അല്ലെ, ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസിൽ ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ ചാർജ്ഡ് ആയിട്ട് മാറുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചാർജ് ചെയ്യാൻ കൊണ്ടുവരുന്ന ബോഡിയുടെ ചാർജിൽ എന്തില്ല? മാറ്റമൊന്നും ഇല്ല, അതുപോലെ തന്നെ ഉണ്ടാവും. സോ ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് മൂന്നാമത്തതും അവസാനത്തതുമായിട്ടുള്ള മെക്കാനിസം നോക്കാം. ദാറ്റ് ഈസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. മൂന്നാമത്തെ മെക്കാനിസം ചാർജിങ് ബൈ കണ്ടക്ഷൻ. ലാസ്റ്റ് മെക്കാനിസം ആണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷനില് നമ്മൾ ചാർജ് ചെയ്യാൻ കൊണ്ടുവരുന്ന ബോഡിയും ചാർജ് ചെയ്യേണ്ടുന്ന ബോഡിയും തമ്മിൽ എന്തുണ്ട്? ദർ ഇസ് എ കോണ്ടാക്ട്, ഫിസിക്കൽ കോണ്ടാക്ട്. അപ്പൊ നോക്കൂ, ഇതൊരു കണ്ടക്ടറാണ്. ഓക്കെ, ഇത് നമുക്ക് ചാർജ് ചെയ്യണം, പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണം. നമുക്ക് ഈ കണ്ടക്ടർ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത മറ്റൊരു കണ്ടക്ടറിനെ കോണ്ടാക്റ്റിൽ വെക്കുക.
പ്ലസ് 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 പ്ലസ്. പോസിറ്റീവ് ആയിട്ട് ചാർജ് ചെയ്ത മറ്റൊരു കണ്ടക്ടറിനെ കോണ്ടാക്റ്റിൽ വെക്കുക. മെയ്ഡ് ഇൻ കോണ്ടാക്ട്. സോ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വെച്ചാൽ നമുക്കറിയാം ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്ത് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലാണ്. ഇതിന് ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. നെറ്റ് ചാർജ് 0 ആണ്. ഇതിൽ പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കൂടുതലാണ്. ഇത് തമ്മിൽ കോണ്ടാക്ട് വെക്കുകയാണ്. ഇത് കണ്ടക്ടറാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. എന്താണ് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ? ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? കൂടുതലുള്ള കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ 4 പോസിറ്റീവ് ചാർജ്, ഇവിടെ ചാർജ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ചാർജ് ഫ്ലോ ചെയ്യില്ലേ? രണ്ടുപേരുടെയും ചാർജ് തുല്യമാകുന്നത് വരെ. അപ്പോൾ ഈ ടോട്ടൽ 4 പോസിറ്റീവ് ചാർജ് ഇവര് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഇവിടെ 2 ചാർജ്, ഇവിടെ 2 ചാർജ്. ഇവരുടെ വലിപ്പം ഒരുപോലെ ആണെങ്കിലാണ് പരസ്പരം ഷെയർ ചെയ്യും. അപ്പൊ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായി. ഇനി ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കണമെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഇവിടെ കോൺടാക്റ്റിൽ കൊണ്ടുവച്ചാൽ മതി. സോ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ചാർജ് ആണോ നമുക്കൊരു ബോഡിയെ ചെയ്യേണ്ടത്? പോസിറ്റീവ് ആയിട്ടാണ് ചാർജ് ചെയ്യേണ്ടെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ നമ്മൾ ഇൻ കോണ്ടാക്ട് വെക്കുന്നു. നെഗറ്റീവ് ആയിട്ടാണ് ചാർജ് ചെയ്യേണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ ഇൻ കോണ്ടാക്ട് വെക്കുന്നു. അപ്പൊ അവര് ആ ചാർജുകൾ പരസ്പരം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പൊ ഇവിടെ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നു. ഇവിടെ 4 പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നു. ചാർജിങ്ങിന് ശേഷം ഇവിടെ എത്രയേ ഉള്ളൂ? 2 പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അപ്പോ ചാർജ് ചെയ്യാൻ കൊണ്ടുവരുന്ന ചാർജിന്റെ ബോഡിയുടെ ചാർജിൽ കുറവ് സംഭവിക്കും. ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ എന്തുണ്ടാവില്ല? കുറവ് സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് 3 മെക്കാനിസം. സോ ഒരു മെറ്റീരിയലിനെ നമുക്ക് എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാന്ന് ചോദിച്ചാൽ 3 മെക്കാനിസം ആണ് ഉള്ളത്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ചാർജിങ് ബൈ ഇൻഡക്ഷൻ, അതുപോലെ എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്ന 3 ഫിനോമിനൻസ്. ഓക്കെ, അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ബ്രാഞ്ച് അല്ലെ ഏതൊക്കെ ടോപ്പിക്കുകൾ എങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പറഞ്ഞു. 2 രീതിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പഠിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ ഡൈനാമിക്സും. ശരിയാണ്. പിന്നെ നമ്മൾ ചാർജുകളെ കുറിച്ച് പറഞ്ഞു. എന്താണ് ചാർജ്? പിന്നെ ചാർജിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് പറഞ്ഞു. അഡിറ്റിവിറ്റി, കൺസർവേഷൻ, ക്വാണ്ടൈസേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ ചാർജിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എങ്ങനെയാണ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ശരിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പൊ ക്വാണ്ടൈസേഷനോ ചാർജുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലം ഒക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യാം? അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരിയാണോ? അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വോയിസ് ഇനേബിൾ ചെയ്യുക, മൈക്ക് ഇനേബിൾ ചെയ്യുക, ഓൺ ആക്കുക.